PSC എക്സാംസ് ടുഡേ ഹൈസ്കൂൾ ടീച്ചർ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. അധ്യാപക വൃത്തിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെ ഏവരെയും ഞാൻ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. എൻ്റെ പേര് പ്രൊഫസർ ഡോക്ടർ കെ ശിവരാജൻ, ഫോർമർ ഡീൻ ഫാക്കൽറ്റി ഓഫ് എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്. At present, I am working as principal, AWH College of Education, Calicut. ഒന്നാം റാങ്ക് അതിനുള്ള ഒരു മാർഗരേഖയാണ് PSC എക്സാംസ് ടുഡേ അവതരിപ്പിക്കുന്നത്. അധ്യാപനം പരമോ ധർമ്മ, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ധർമ്മമാണ് അധ്യാപനം. ഒരു എഞ്ചിനീയർ ഒരു പാലം പണിഞ്ഞാൽ 10,000-കണക്കിന് ആളുകൾ അനുദിനം അതിലൂടെ യാത്ര ചെയ്യും. പക്ഷെ അവരാരും ഈ പാലം പണിഞ്ഞ എഞ്ചിനീയർ ആരാണ് എന്ന് തിരിഞ്ഞു നിന്ന് ചോദിക്കാറില്ല. പക്ഷെ ഒന്ന് ഓർത്തു നോക്കൂ, ഉത്തമനായ അധ്യാപകൻ്റെ അവസ്ഥ അതല്ല. മുന്നിലൂടെ കടന്നു പോകുന്ന കുട്ടികളുടെ എല്ലാം മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടാൻ ഉത്തമനായ ഒരു അധ്യാപകന് സാധിക്കും. ആർഷഭാരതം വളരെ മഹത്വപൂർണമായിട്ടുള്ള ഒരു പദവിയാണ് അധ്യാപകന് കൽപ്പിച്ച് നൽകിയിരിക്കുന്നത്. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ. സൃഷ്ടി സ്ഥിതി സംഹാരമൂർത്തികളായ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നിവരോടൊപ്പമാണ് ആർഷഭാരതം ഗുരുവിനെ കാണുന്നത്. സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികളായ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരനെ പോലെയാണ് ആർഷഭാരതം ഗുരുവിനെയും നമസ്കരിക്കുന്നത്, ആദരിക്കുന്നത്. നാം പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ, മാതാ പിതാ ഗുരു ദൈവം. മാതാവ് പിതാവിനെയും പിതാവ് ഗുരുവിനെയും ഗുരു ദൈവത്തെയും കാട്ടിത്തരുന്നു. കബീർദാസിൻ്റെ ഒരു ദോഹയുണ്ട്, ഗുരു ദോവും ഖടേ കാക്കേലാകുമ്പായി. ഗുരുവും ദൈവവും എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഞാൻ ആരുടെ കാൽക്കൽ പോയി നമസ്കരിക്കും? ബലിഹാരി ഗുരു ആപ്നെ, എനിക്ക് സംശയമില്ല, ഞാൻ ആദ്യമായിട്ട് ഗുരുപാദങ്ങളിലാണ് പോയി നമസ്കരിക്കുന്നത്. അതിൻ്റെ കാരണവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ജിൻ ഗോവിന്ദിയോപതായി, കാരണം ഗുരുവാണ് ദൈവത്തിലേക്കുള്ള പാത എനിക്ക് കാണിച്ചു തന്നേക്കുന്നത്. 2020 മോദി സർക്കാർ ഒരു വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പ് രാജീവ് ഗാന്ധി ഗവൺമെൻറ് ഒരു വിദ്യാഭ്യാസ നയം 1986 അവതരിപ്പിച്ചു. വളരെ ബൃഹത്തായ ഒരു വിദ്യാഭ്യാസ നയമായിരുന്നു. ആ വിദ്യാഭ്യാസ നയത്തിൽ ഒരു ഭാഗം അധ്യാപകരെക്കുറിച്ച് മാത്രമാണ്. One of its sections is set apart exclusively for teachers. 9ാമത്തെ സെഷനാണ്. ദി ടീച്ചർ എന്നാണ് ആ സെക്ഷൻ്റെ ഹെഡിങ് പോലും. ആ അധ്യായം പറഞ്ഞു തുടങ്ങുന്ന ആമുഖവാചകം ഇതാണ്: ദി സ്റ്റാറ്റസ് ഓഫ് എ ടീച്ചർ റിഫ്ലക്ട്സ് ദി സോഷ്യോ കൾച്ചറൽ എത്തോസ് ഓഫ് എ സൊസൈറ്റി and no people can arouse above the level of its teachers. അത്ര സമുന്നതമായ സ്ഥാനമാണ് 1986 ദേശീയ വിദ്യാഭ്യാസ നയം അധ്യാപകന് നൽകിയിരിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ
3 വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഉണ്ടായിട്ടുണ്ട്. 1948-49 യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, അതിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനെ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. അതിനുശേഷം 1952-53 സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ വന്നു. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. അതുകൊണ്ട് ആ കമ്മീഷനെ മുതലിയാർ കമ്മീഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. 1964-66 ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നൊരു കമ്മീഷൻ വന്നു. ഡോക്ടർ കോത്താരി ആയിരുന്നു ആ കമ്മീഷൻ്റെ അധ്യക്ഷൻ. അതുകൊണ്ട് തന്നെ അതിനെ കോത്താരി കമ്മീഷൻ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ വളരെ ബൃഹത്തായിരുന്നു. ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിൻ്റെ അടിമുടി അപഗ്രഥനം അതിൽ നടത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗം പുരോഗമിപ്പിക്കുവാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും അതിൽ നൽകിയിട്ടുണ്ട്. ആ ബൃഹത്തായ കമ്മീഷൻ റിപ്പോർട്ട് തുടങ്ങുന്നത് ഈ വാചകത്തോടാണ്: The destiny of India is being shaped in her classroom. ഇന്ത്യയുടെ ഭാവി ഭാഗധേയത്വം നിർണയിക്കപ്പെടുന്നത് ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അധ്യാപകരാണ്. ഭാവി ഭാഗധേയത്വം നിർണയിക്കുന്നത് ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞാൽ ക്ലാസ് മുറികളിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരാണ് രാഷ്ട്രശില്പികൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ചുരുക്കി പറഞ്ഞാൽ, അധ്യാപക വൃത്തി പോലെ വൃത്തിയുള്ള മറ്റൊരു പ്രവൃത്തിയില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. ഇനി അതേപോലെ മറ്റൊരു കാര്യം ഓർക്കേണ്ടത്, അധ്യാപനം ഒരു ജോലിയോ തൊഴിലോ അല്ല, അതൊരു പ്രൊഫഷനാണ്. എന്താണ് ഇതൊരു ജോലിയോ തൊഴിലോ അല്ല, പ്രൊഫഷനാണ് എന്ന് പറയുന്നത്? ടീച്ചിങ് ഈസ് എ പ്രൊഫഷൻ എന്ന് പറയാൻ എന്താ കാര്യം? ഒരു ജോലി ചെയ്യണമെങ്കിൽ ശരീരത്തിന് കുറേ ആരോഗ്യവും കുറേ കഴിവും ഉണ്ടായിരുന്നാൽ മാത്രം മതി ജോലി ചെയ്യാൻ. പക്ഷേ ഒരു പ്രൊഫഷന് അത് പോരാ. മെഡിസിൻ ഒരു പ്രൊഫഷനാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 50 വർഷം മുമ്പ് MBBS പഠിച്ച് ഡോക്ടറായി പുറത്തിറങ്ങിയ ഒരു വ്യക്തി പിന്നെ ആ രംഗത്തെക്കുറിച്ച് ഒരു പഠനവും നടത്തുന്നില്ല എങ്കിൽ 50 വർഷത്തിനിപ്പുറം അയാൾ ചികിത്സിച്ചാൽ എന്തായിരിക്കും അനുഭവം എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. എഞ്ചിനീയറുടെ അവസ്ഥ അതാണ്. എഞ്ചിനീയർ പഠിച്ച കാലത്തെ എഞ്ചിനീയറിങ്ങേ അല്ല. ശാസ്ത്ര സാങ്കേതിക വിദ്യ ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു. അതുകൊണ്ട് എഞ്ചിനീയറിങ്ങും അനുദിനം എഞ്ചിനീയറും പഠിച്ചെങ്കിലേ പറ്റുള്ളൂ. പക്ഷെ നാം മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഒരു ഡോക്ടർക്കൊരു കയ്യബദ്ധം വന്നാൽ ഒരു രോഗിക്ക് മാത്രമേ അതിന് ബാധകമായിട്ട് വരുള്ളൂ, ഒരു രോഗിയെ മാത്രമേ അത് ബാധിക്കുകയുള്ളൂ. പക്ഷെ നോക്കുക, അധ്യാപകന് അബദ്ധം വന്നാൽ ഒരു തലമുറയെയാണ് അത് ബാധിക്കുന്നത്. മനഃശാസ്ത്ര രംഗത്തും ബോധനശാസ്ത്ര രംഗത്തും നൂതനങ്ങളായിട്ടുള്ള ഒരുപാട് സിദ്ധാന്തങ്ങൾ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം അധ്യാപകൻ പഠിക്കണം, അതിനൊപ്പം അധ്യാപകൻ പുരോഗമിക്കണം. എന്നാലേ ഈ ആനുകാലികമായിട്ട് അധ്യാപക വൃത്തി ഫലപ്രദമായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. മനഃശാസ്ത്രവും പഠിക്കണം, ബോധനശാസ്ത്രവും പഠിക്കണം. അതുകൊണ്ടാണ് ഇതൊരു പ്രൊഫഷനാണ് എന്ന് പറയാൻ കാര്യം അതാണ്. ഈ ടെസ്റ്റുകൾ പ്രധാനമായിട്ടും 2 തരത്തിലാണ്. ഒന്ന്
എലിജിബിലിറ്റി ടെസ്റ്റും മറ്റേത് കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ. എലിജിബിലിറ്റി ടെസ്റ്റ് നമുക്കെല്ലാം സുപരിചിതമാണ്. നിങ്ങളെല്ലാവരും കേട്ടറ്റ് കാറ്റഗറി 3 പാസ്സായിട്ടുള്ളവരാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കേട്ടറ്റ് ഈസ് ആൻ എലിജിബിലിറ്റി ടെസ്റ്റ്. സെറ്റ് ഈസ് ആൻ എലിജിബിലിറ്റി ടെസ്റ്റ്. നെറ്റ് ഈസ് ആൻ എലിജിബിലിറ്റി ടെസ്റ്റ്. അതേസമയം കോമ്പറ്റിറ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ PSC നടത്തുന്ന പരീക്ഷ കോമ്പറ്റിറ്റീവ് ടെസ്റ്റാണ്. UPSC നടത്തുന്ന പരീക്ഷ കോമ്പറ്റിറ്റീവ് ടെസ്റ്റാണ്. BSRB നടത്തുന്ന പരീക്ഷ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, കേട്ടറ്റിന് നിങ്ങൾക്കറിയാം MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ 150 എണ്ണമാണ് ചോദ്യപേപ്പറിലുണ്ടാകുക. അതിന് 60% മാർക്കാണ് നേടേണ്ടത്. എന്ന് പറഞ്ഞാൽ 150-ൽ 90 മാർക്ക്. 90 ചോദ്യങ്ങൾക്ക് ശരിയായിട്ട് ആൻസർ ചെയ്താൽ യു വിൽ ബി ഡിക്ലെയർഡ് ആസ് എലിജിബിൾ. അപ്പോൾ ഒരു മിനിമം മാർക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. 60% അല്ലെങ്കിൽ 90 മാർക്ക് നേടുക മാത്രമേ വേണ്ടുള്ളൂ എലിജിബിലിറ്റി ടെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ്റെ അവസ്ഥ അതല്ല. ഉദാഹരണത്തിന് അവസാനം നടന്ന BSRB എക്സാമിനേഷനിൽ 78,000 പേര് പരീക്ഷ എഴുതി. പരീക്ഷ എഴുതിയതിൽ നിന്ന് 750 പേരെ ഡിക്ലെയർഡ് ആസ് എലിജിബിൾ. എന്തിന്? ഫോർ ഇൻ്റർവ്യൂ. 750 പേരെ ഇൻ്റർവ്യൂ നടത്തി. 750 പേരെ ഇൻ്റർവ്യൂ നടത്തിയിട്ട് 139 പേരെയാണ് സെലക്ട് ചെയ്തത്. ദാറ്റ് മീൻസ് ഔട്ട് ഓഫ് 78,000 only 139 candidates were selected and appointed. അതിനർത്ഥം എത്ര പേര് പരീക്ഷ എഴുതിയാലും only the top cream will be selected. അതാണ് കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ്റെ അവസ്ഥ. നിങ്ങൾ എഴുതാൻ പോകുന്ന ഹൈസ്കൂൾ ടീച്ചർ HST, പണ്ടത് HSA ആയിരുന്നു, ഇപ്പോൾ അത് HST ആണ്. ഹൈസ്കൂൾ ടീച്ചർ എക്സാമിനേഷനും ഇതുപോലൊരു കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ ആണെന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മ വേണം. മാത്രമല്ല ഒരു കാര്യം കൂടി, അവസാനം ഹൈസ്കൂൾ ടീച്ചർ പരീക്ഷയൊക്കെ PSC വിളിച്ചിരുന്നതൊക്കെ 2012-ലാണ്. 2017 അതിന് റാങ്ക് ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. 2020 ആ റാങ്ക് ലിസ്റ്റിൻ്റെ പോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പം ചുരുക്കം പറഞ്ഞാൽ 2012 മുതൽ ഇങ്ങോട്ട് ഓരോ വർഷവും B.Ed പാസ്സായി കേട്ടറ്റും പാസ്സായി 10,000-കണക്കിന് ആളുകൾ ജോലി അന്വേഷിച്ച് ഉദ്യോഗം അന്വേഷിച്ച് ഈ നീണ്ട നിരയിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മത്സരം കടുക്കും എന്നാണ്. അതൊന്നും കേട്ട് പേടിക്കണ്ട. PSC എക്സാംസ് ടുഡേ നിങ്ങളോടൊപ്പം ഉണ്ട്. തുടക്കം മുതൽ നമുക്ക് ഒത്തൊരുമിച്ച് പോകാം. നിങ്ങളെ 1ാം റാങ്കിൽ എത്തിക്കുന്നതിനുള്ള സമഗ്രമായിട്ടുള്ള പദ്ധതി PSC എക്സാംസ് ടുഡേ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഗോൾ സെറ്റ് ചെയ്യണം. ഞങ്ങൾ നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്ക് ഉറപ്പ് വരികയാണ്. അത് മേടിക്കാൻ, അത് നേടിയെടുക്കാനുള്ള ഉണർവും ഉന്മേഷവും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഗോൾ ഫിക്സ് ചെയ്യുക, അതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ടാവണം. GPS സെറ്റ് ചെയ്യുക. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. നമ്മൾ കാറിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ സ്ഥലം അറിഞ്ഞുകൂടാത്ത സ്ഥലത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ GPS സെറ്റ് ചെയ്താണ് പോകുന്നത്. കാരണം ലക്ഷ്യസ്ഥാനത്തെത്തിക്കും. അതേപോലെ നിങ്ങൾ ടാർഗറ്റ് ഫിക്സ് ചെയ്യുക, ഗോൾ ഫിക്സ് ചെയ്യുക, GPS സെറ്റ് ചെയ്യുക. 1ാം റാങ്കായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അതിൽ കുറഞ്ഞ ഒന്നും പാടില്ല. 1ാം റാങ്കായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം.
മഹത്തായ ഒരു വിഷൻ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കുന്നുണ്ടെങ്കിൽ അങ്ങ് കിഴക്ക് മലമുകളിൽ സൂര്യൻ്റെ പ്രഭാത കിരണങ്ങൾ ഇങ്ങനെ കാണാൻ നമുക്ക് സാധിക്കും. അതാണ് സുദീർഘമായിട്ടുള്ള ആ വിഷൻ നമുക്ക് വേണം. 1ാം റാങ്ക് എന്നുള്ള വിഷൻ നമുക്ക് വേണം. ആ വിഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കണം. APJ അബ്ദുൽ കലാം പറഞ്ഞതാണ്, നമ്മൾ സ്വപ്നം കാണണം. വിദ്യാർത്ഥികളോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സ്വപ്നം കാണണമെന്നാണ്. സാധാരണ സ്വപ്നം ഉറക്കത്തിൽ കാണുന്നതാണ് കേട്ടോ. പക്ഷേ APJ അബ്ദുൽ കലാം പറഞ്ഞ കാര്യം, ആ സ്വപ്നം നമ്മളുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം നമ്മുടെ സ്വപ്നം എന്നുള്ളതാണ്. അങ്ങനെ സ്വപ്നം കാണണം. 1ാം റാങ്ക് സ്വപ്നം കാണുക തന്നെ വേണം. നെഹ്റു പറഞ്ഞ ഒരു കാര്യം കൂടെ കൂട്ടത്തിൽ ഇത്തരണത്തിൽ കൂട്ടിച്ചേർത്ത് പറയട്ടെ. നെഹ്റു പറഞ്ഞു, നമ്മൾ ആകാശത്തോളം സ്വപ്നം കാണണം, ആകാശത്തോളം നമ്മൾ ആഗ്രഹിക്കണം, എന്നാലേ അടുത്തുള്ള മരക്കൊമ്പിലെങ്കിലും നമുക്ക് എത്താൻ കഴിയൂ എന്നാണ് നെഹ്റു പറഞ്ഞത്. എനിവേ, നമ്മൾ ആഗ്രഹിക്കുക, നമ്മൾ നല്ലൊരു വിഷൻ വേണം, നല്ലൊരു ടാർഗറ്റ് വേണം. ആ സ്വപ്നം കാണുന്നത് അത് നേടിയെടുക്കാൻ മനുഷ്യന് നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കാൻ ഉണർവോടുകൂടി പ്രവർത്തിച്ചാൽ നമുക്ക് സാധിക്കും. അതിനൊരു മിഷൻ. മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മിഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം യജ്ഞം എന്നാണ്. 1990 കേരളത്തിൽ ഒരു സമ്പൂർണ്ണ സാക്ഷരതാ പരിപാടി നടന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. ആദ്യം സമ്പൂർണ്ണ സാക്ഷരതാ പരിപാടി ആവിഷ്കരിച്ചത് കോട്ടയം പട്ടണമാണ്. കോട്ടയം പട്ടണം സമ്പൂർണ്ണ സാക്ഷരത നേടിക്കഴിഞ്ഞ് എറണാകുളം ജില്ലയിലായിരുന്നു സമ്പൂർണ്ണ സാക്ഷരതാ പരിപാടി. അതിനുശേഷം 3ാമത്തെ സ്റ്റേജായിട്ടാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം, കേരള ടോട്ടൽ ലിറ്ററസി മിഷൻ എന്നായിരുന്നു ആ പദ്ധതിയുടെ പേര്. ഒരു മിഷനായിരുന്നു, യജ്ഞമായിരുന്നു. അതുപോലെ നിങ്ങൾ HSTക്ക് 1ാം റാങ്ക് നിങ്ങൾ ലക്ഷ്യമിട്ടിട്ട് കിടന്നുറങ്ങിയാൽ പോരാ കേട്ടോ. ഉണർന്ന് പ്രവർത്തിക്കണം. അത് നേടിയെടുക്കാൻ യജ്ഞപൂർണമായിട്ടുള്ള ഒരു പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ശുഭാപ്തി വിശ്വാസം മുറുകെ പിടിച്ച് കഠിനമായിട്ട് അധ്വാനിക്കുക, കഠിനമായിട്ട് വർക്ക് ചെയ്യുക. പറഞ്ഞതിൻ്റെ അർത്ഥം ശുഭാപ്തി വിശ്വാസം മുറുകെ പിടിച്ച് കഠിനാധ്വാനം ചെയ്യുക, വിജയം ഉറപ്പാണ്. ഈ പരിശീലന പരിപാടിയിൽ നിങ്ങളെ ഞങ്ങൾ കൂടെ കൂട്ടുകയാണ്. ആദ്യമായിട്ട് വേണ്ടത് നിങ്ങൾ PSCയുടെ സൈറ്റിൽ പോകണം. PSCയുടെ സൈറ്റ് എന്ന് പറഞ്ഞാൽ keralapsc.gov.in. അതാണ് PSCയുടെ സൈറ്റിൻ്റെ പേര്. ആ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ സിലബസ്, HSTയുടെ സിലബസ് അവിടെ ഉണ്ട്. സിലബസ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് എടുത്ത് കൈവശം വെക്കുക. ആദ്യം വേണ്ടതാണ്. പരീക്ഷാ തയ്യാറെടുപ്പ് തുടങ്ങുന്നതിൻ്റെ ഏറ്റവും പ്രിലിമിനറി ആയിട്ട് പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കാര്യം അതിൻ്റെ സിലബസ് ഡൗൺലോഡ് ചെയ്ത് കൈവെക്കുക. സിലബസിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്. പാർട്ട് എ എന്ന് പറഞ്ഞാൽ ജനറൽ, BEdന് പഠിച്ചവർക്കറിയാം, ജനറൽ പേപ്പറും ഉണ്ട്, ഓപ്ഷണൽ പേപ്പറും ഉണ്ട്. പാർട്ട് 1 എന്ന് പറഞ്ഞാൽ ജനറലായിട്ടുള്ള പേപ്പറുകളാണ്. പാർട്ട് 1 അതിനകത്ത് 3 മോഡ്യൂളുകളുണ്ട്. 1ാമത്തെ മോഡ്യൂള് കേരള നവോത്ഥാനവും ഇന്ത്യൻ ഭരണഘടനയും. അതാണ് 1ാമത്തെ മോഡ്യൂൾ. 2ാമത്തെ മോഡ്യൂള് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, പൊതുവിജ്ഞാനവും സമകാലീന സംഭവങ്ങളും. 3ാമത്തെ മോഡ്യൂളാണ് മനഃശാസ്ത്രവും ബോധനശാസ്ത്രവും, സൈക്കോളജി ആൻഡ് പെഡഗോഗി. ഇതാണ് 3ാമത്തെ മോഡ്യൂൾ. ഈ 3 മോഡ്യൂളുകളാണ് ജനറലായിട്ടുള്ള പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി സൈക്കോളജി ആൻഡ് പെഡഗോഗിയിൽ
10 ചാപ്റ്ററുകളുണ്ട്. സൈക്കോളജി ആൻഡ് പെഡഗോഗി എന്ന് പറയുന്ന 3ാമത്തെ മോഡ്യൂള് 10 ചാപ്റ്ററുകളാണ് ആ മോഡ്യൂളിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ 10 ചാപ്റ്ററുകൾ, 1ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഓബ്ജക്റ്റീവ്സ്. നമുക്കറിയാം, ഡോക്ടർ ബെഞ്ചമിൻ എസ് ബ്ലൂമാണ് എഡ്യൂക്കേഷണൽ ടാക്സോണമി, വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അതാ പഠിച്ചത്. അപ്പോൾ അതൊക്കെ പോയി. ഡോക്ടർ ക്രാത്തോളിൻ്റെ ആഭിമുഖ്യത്തിൽ റിവൈസ്ഡ് ടാക്സോണമി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ റിവൈസ്ഡ് ടാക്സോണമിയും നമ്മൾ പഠിക്കണം. മറ്റൊന്ന് പെഡഗോഗിക് അനാലിസിസ്, പെഡഗോഗിക്കായിട്ടുള്ള അപഗ്രഥനം. ഇന്നത്തെ അധ്യാപകന് അവശ്യം വേണ്ട ഒരു കാര്യമാണ്. വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ പഠിപ്പിച്ചിരുന്ന വസിഷ്ഠൻ്റെയും വിശ്വാമിത്രൻ്റെയും സാന്ദീപനിയുടെയും അല്ലെങ്കിൽ അതേപോലുള്ള ആചാര്യന്മാരുടെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വിഷയം അറിയാവുന്നവരെല്ലാം അധ്യാപകരായിരുന്നു. ഇന്ന് വിഷയം അറിഞ്ഞാൽ മാത്രം അധ്യാപകനാകാൻ കഴിയില്ല. ഇന്ന് വിഷയത്തോടൊപ്പം ആ വിഷയം എങ്ങനെ പകർന്നു നൽകാം, വിഭവസമൃദ്ധമായ ഒരു സദ്യ ഒരുക്കി കലവറയിൽ വെച്ചിട്ട് കാര്യമില്ല, അതെങ്ങനെ ഫലപ്രദമായിട്ട് വിളമ്പി പകർന്നു നൽകാം എന്നുള്ളതിനെക്കുറിച്ച് അറിയണം. ഒരു ഭാഗം പഠിപ്പിക്കാനായിട്ട് ലെക്ചർ മെത്തേഡാണോ, ഡിസ്കഷൻ മെത്തേഡാണോ, സെമിനാറാണോ, സിമ്പോസിയമാണോ, ഡെമോൺസ്ട്രേഷനാണോ, ഏതാണ് അനുയോജ്യമായിട്ടുള്ള പെഡഗോഗിക് ടെക്നിക്ക് എന്നുള്ള കാര്യം അധ്യാപകൻ അറിഞ്ഞിരിക്കണം. അതും പോരാ, ഈ ആധുനിക യുഗത്തിൽ ഇത് പകർന്നു നൽകാനുള്ള സാങ്കേതിക വിദ്യ. കൊറോണയുടെ കാലത്ത് ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു. ഓൺലൈൻ ക്ലാസ് എടുക്കാൻ അധ്യാപകൻ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓൺലൈനിൽ പവർ പോയിൻറ്റ് സിസ്റ്റം ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം. ഇതെല്ലാം അപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ കൂട്ടുപിടിച്ച് നമ്മുടെ അറിവുള്ള കാര്യങ്ങൾ, വിഷയങ്ങൾ ബോധന സങ്കേതങ്ങളുടെ സഹായത്തോടു കൂടി പകർന്നു നൽകാനുള്ള പരിജ്ഞാനം അധ്യാപകന് വേണം. അങ്ങനെയുള്ള ആൾ മാത്രമേ അധ്യാപകരാവുള്ളൂ. അതാണ് പെഡഗോഗിക് അനാലിസിസിൽ ഉദ്ദേശിക്കുന്ന കാര്യം. അത് കഴിഞ്ഞാൽ ഇൻ്റലിജൻസ് ആണ്. ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ബെഷ്ലറാണ് ഇൻ്റലിജൻസിനെ നിർവചിച്ചിരിക്കുന്നത്. ഇൻ്റലിജൻസിൻ്റെ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സിദ്ധാന്തങ്ങൾ ഇൻ്റലിജൻസിൻ്റെ രംഗത്തുണ്ടായിട്ടുണ്ട്. ഒന്നാമത് യൂണിറ്ററി തിയറി ആയിരുന്നു. ജോൺസൺ ആൻഡ് സ്റ്റെം അവതരിപ്പിച്ച യൂണിറ്ററി തിയറി ആയിരുന്നു ഇൻ്റലിജൻസിൻ്റെ ആദ്യകാലത്തുണ്ടായിരുന്നത്. ഇൻ്റലിജൻസിന് ഒരു ഏകമുഖ പ്രതിഭാസമാണ് ഇൻ്റലിജൻസ് എന്നാണ് ജോൺസൺ ആൻഡ് സ്റ്റെം അന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് മൾട്ടി ഫാക്ടർ തിയറി വന്നു. തോണ്ടൈക്ക് കോൺക്രീറ്റ് ഇൻ്റലിജൻസും അബ്സ്ട്രാക്റ്റ് ഇൻ്റലിജൻസും സോഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ ഇൻ്റലിജൻസിൻ്റെ ഭാഗമാണ് എന്ന് തോണ്ടൈക്ക് പറഞ്ഞു. ആ വാദഗതിയും അധികകാലം നിലനിന്നില്ല. റെയ്മൺ കാറ്റൽ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ, അദ്ദേഹം ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് ആൻഡ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ പുതിയൊരാശയം അവതരിപ്പിച്ചു. അതും കഴിഞ്ഞപ്പോൾ ചാൾസ് പിയർമാൻ two factor theory. Intelligence is composed of two factors, one G factor and another S factor. കോഴിക്കോട് നിന്ന് ബസ്സിൽ കയറി 500 രൂപ ടിക്കറ്റ് എടുക്കാൻ കണ്ടക്ടറായി കൊടുത്തു. എറണാകുളത്തിന് ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. എറണാകുളത്തിന് ടിക്കറ്റ് തന്നു. ബാക്കി പൈസയും കണ്ടക്ടർ തന്നു. ടിക്കറ്റിലെ ചാർജ് എത്രയാണ് എഴുതിയിരിക്കുന്നത്, ബാക്കി തന്ന പൈസ കൃത്യമാണോ എന്ന് കണക്ക് കൂട്ടി തെറ്റാതെ നമ്മൾ പേഴ്സിനകത്ത് വെക്കും. നമുക്കൊന്നും തെറ്റില്ല അത്, കാരണം നമുക്കെല്ലാം ജനറൽ ഇൻ്റലിജൻസ് ഉണ്ട്. അങ്ങനെ ഒരു ട്രാൻസ്പോർട്ടിൽ 60 പേരെ കോഴിക്കോട്ട് നിന്ന്
എറണാകുളത്ത് കൊണ്ടുവന്ന് ഇറക്കി. ഈ 60 പേരിൽ നിങ്ങൾ കൊണ്ടുവന്നിരിക്കട്ടെ, നിങ്ങളോട് പറയുക ഒരു പാട്ട് പാടിക്കേ. 60 പേരിൽ എത്ര പേർക്ക് പാടാനറിയാം? ദാറ്റ് ഇൻഡിക്കേറ്റ് സ്പെസിഫിക് ഇൻ്റലിജൻസ്. അപ്പോൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഈ ജി ഫാക്ടർ, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 2 ഫാക്ടേഴ്സ്, ജി ഫാക്ടർ ആൻഡ് എസ് ഫാക്ടർ. അതാണ് ചാൾസ് പിയർമാൻ്റെ അഭിപ്രായം. അത് കഴിഞ്ഞ് തസ്റ്റൺ പറഞ്ഞു അത് ശരിയല്ല, ഇൻ്റലിജൻസിൽ 2 ഘടകങ്ങൾ മാത്രമല്ല, ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 9 ഫാക്ടേഴ്സ് എന്ന് തസ്റ്റൺ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഇൻ്റലിജൻസിൻ്റെ രംഗത്ത് സ്ഫോടനാത്മകമായ ഒരു മാറ്റം കൊണ്ടുവന്നു. ഫാക്ടർ അനാലിസിസ്. ഫാക്ടർ അനാലിസിസ് എന്നുള്ള ആശയം ഗിൽഫോർഡാണ് അവതരിപ്പിച്ചത്. ബുദ്ധിശക്തി ഒരു ത്രിമാനമായിട്ടുള്ള ഒരു 3 ഡൈമെൻഷൻ അഫെയർ ആണ് എന്ന് ഗിൽഫോർഡ് പറഞ്ഞു. 3 ഡൈമെൻഷൻ അഫെയർ എന്ന് പറഞ്ഞാൽ ഒരു ഡൈമെൻഷനിൽ പ്രോസസ്, രണ്ടാമത്തെ ഡൈമെൻഷൻ കണ്ടന്റ്, മൂന്നാമത്തെ ഡൈമെൻഷൻ പ്രോഡക്റ്റ്. ഇതിലെ പ്രോസസ് ഡൈമെൻഷനിൽ 6 ആസ്പെക്റ്റുകളും കണ്ടന്റ് ഡൈമെൻഷനിൽ 5 ആസ്പെക്റ്റുകളിലും പ്രോഡക്റ്റിൽ 6 ആസ്പെക്റ്റുകളും. ദാറ്റ് മീൻസ് 6 into 5 into 6. Intelligence is composed of 180 factors എന്നാണ് ഗിൽഫോർഡ് സ്ഥാപിച്ചത്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും മനഃശാസ്ത്ര രംഗത്തുമുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകൾ അവരുടെ ഗവേഷണത്തിനൊക്കെ ഒരുപാട് കാലം, വളരെ കാലം ഈ ഫാക്ടർ അനാലിസിസ് ഉപയോഗിച്ച് ഗവേഷണം നടത്തി. 1983 ഹൊവാർഡ് ഗാർണർ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൻ്റെ പേര് ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്നാണ്, മനസ്സിൻ്റെ ചട്ടക്കൂട്. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇൻ്റലിജൻസ് ഈ പറഞ്ഞതുപോലൊന്നുമുള്ള ഒരു കാര്യമല്ല, വ്യത്യസ്തങ്ങളായിട്ടുള്ള 7 ഇൻ്റലിജൻസ് ചേർന്നതാണ് മനുഷ്യൻ്റെ ബുദ്ധിശക്തി എന്ന് അദ്ദേഹം പറഞ്ഞു. യേശുദാസിൻ്റെ ബുദ്ധിശക്തി മ്യൂസിക്കൽ ഇൻ്റലിജൻസാണ്. സച്ചിൻ തെണ്ടുൽക്കറുടെ ബുദ്ധിശക്തി ബോഡി കിനസ്തെറ്റിക് ഇൻ്റലിജൻസാണ്. രാമാനുജൻ്റെയും ശകുന്തളാ ദേവിയുടെയും ബുദ്ധിശക്തി ലോജിക്കൽ ഓർ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസാണ്. അദ്ദേഹം പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം ശരിയാണ്. യേശുദാസിൻ്റെ ഇൻ്റലിജൻസ് റിഥമിക്കൽ ആൻഡ് മ്യൂസിക്കൽ ഇൻ്റലിജൻസാണ്. അപ്പം ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള 7 ഇൻ്റലിജൻസ്. സുകുമാർ അഴീക്കോട് എന്ന് പറഞ്ഞൊരു വലിയ പ്രഗത്ഭനായ സാഹിത്യകാരനും വാഗ്മിയും ഉണ്ടായിരുന്നു. ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തി. അപ്പം ഇങ്ങനെ 7 തരത്തിലുള്ള ബുദ്ധിശക്തി ഹൊവാർഡ് ഗാർണർ ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞു. 1 സ്പേഷ്യൽ ഇൻ്റലിജൻസ്. ഫ്ലൈറ്റ് പറത്തുന്ന പൈലറ്റിനൊക്കെ സ്പേഷ്യൽ ഇൻ്റലിജൻസ് വേണം. എത്ര ഡെപ്തിലാണ് ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യുന്നതെന്ന് അയാൾ അറിഞ്ഞിരിക്കണം. മാത്രമല്ല, കുറേ ഉയരത്തിൽ ചെന്ന് താഴോട്ട് നോക്കുമ്പോൾ പലർക്കും കൈകാലുകൾ വിറയ്ക്കും. അങ്ങനെയുള്ളവരൊന്നും പൈലറ്റാകാൻ പറ്റില്ല. സ്പേഷ്യൽ ഇൻ്റലിജൻസ് വേണം. നമ്മളിന്ന് ഒരു കാറ് ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ മുന്നേ പോകുന്ന ഒരു വണ്ടിയെ നമുക്ക് ഓവർടേക്ക് ചെയ്യണം. എതിർഭാഗത്തുനിന്ന് ഒരു വണ്ടി ഇങ്ങോട്ടും വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ദൂരം, നമ്മൾ ഓടിക്കുന്ന വണ്ടിയുടെ സ്പീഡ്, ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള കഴിവിനെയാണ് ചുരുക്കത്തിൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. രണ്ടാമത് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്. ഭാഷ, അനായാസം ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസാണ്. മൂന്നാമത്തെ ഇൻ്റലിജൻസ് ലോജിക്കൽ ഓർ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്. ശകുന്തളാദേവിക്കും രാമാനുജനും ഒക്കെ ഉള്ളത് അതാണ്. നാലാമത്തെ ഇൻ്റലിജൻസ് ബോഡി കിനസ്തെറ്റിക്,
സച്ചിൻ തെണ്ടുൽക്കർ, കളിക്കാർ, കായികാഭ്യാസികൾ, ഇവരുടെയൊക്കെ ഇൻ്റലിജൻസ് ആ രംഗത്താണ്. അഞ്ചാമത്തെ ഇൻ്റലിജൻസിലാണ് മ്യൂസിക്കൽ ഓർ റിഥമിക്. യേശുദാസൊക്കെ ആ കാറ്റഗറിയിൽ വരുന്ന ആളാണ്. ആറാമത്തെ ഇൻ്റലിജൻസ് ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. 7 ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള 7 ബുദ്ധിശക്തികളുടെ ഒരു സമാഹാരമാണ് മനുഷ്യൻ്റെ ബുദ്ധിശക്തി എന്ന് ഹൊവാർഡ് ഗാർണർ പറഞ്ഞപ്പോൾ നമുക്കതിനെ തിരസ്കരിക്കാൻ പറ്റാതെ വന്നു. കാരണം അദ്ദേഹം പറയുന്നു, യേശുദാസ് മ്യൂസിക്കൽ ഇൻ്റലിജൻസിന്, അദ്ദേഹത്തിനെ കുറിച്ച് ക്രിക്കറ്റ് കളിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. രാമാനുജനും ശൗന്തളാദേവിക്കും റിഥമിക്കൽ ഇൻ്റലിജൻസ് ഇല്ല, അവർക്കുള്ള ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്. അവരെ കൊണ്ട് പാട്ട് പാടിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അപ്പം ചില ആളുകൾക്ക് ചില പ്രത്യേക രംഗത്ത് ഒരു ഉയർച്ച കാണും, ഇൻ്റലിജൻസ് രംഗത്ത്. അതിന് പീക്കറ്റ്നെസ് എന്നാണ് പറയുന്നത്. അവരെ ആ രംഗത്ത് ശോഭിക്കും. 30 കുട്ടികൾ ക്ലാസ്സിലുണ്ടെങ്കിൽ 30 കുട്ടികളിലും ഓരോരുത്തരിൽ ഏത് തരം ഇൻ്റലിജൻസ് ആണെന്ന് തിരിച്ചറിയുന്ന അധ്യാപകന് മാത്രമേ ഫലപ്രദമായിട്ട് ആ കുട്ടിയെ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതാണ് ആധുനിക മനഃശാസ്ത്രം പറയുന്നത്. കുറേ കാലം കഴിഞ്ഞപ്പോൾ 1999 ആയപ്പോൾ അദ്ദേഹം ഒരു പുസ്തകം കൂടെ എഴുതി, ഇൻ്റലിജൻസ് റീഫ്രെയിംഡ്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഫോർ 21st സെഞ്ച്വറി. ഇതാണ് ആ പുസ്തകത്തിൻ്റെ പേര്. രണ്ടാമത് എഴുതിയ പുസ്തകം. ആ രണ്ടാമത് എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ? ഈ 7 ഇൻ്റലിജൻസിൻ്റെ കൂടെ 2 ഇൻ്റലിജൻറ്റ് കോമ്പണൻറ്റും കൂടെ കൂട്ടിച്ചേർത്തു. 8ാമത് ഒരു നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസും 9ാമത് ഒരു എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസും കൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുറേ കാലം കഴിഞ്ഞു ഇതിനെക്കുറിച്ചൊക്കെ വിമർശനങ്ങളൊക്കെ, ഒരുപാട് വിമർശനങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും ഉണ്ടായി. ചുരുക്കം പറഞ്ഞാൽ അവസാനമായിട്ട് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻ്റലിജൻസ് അങ്ങ് ഒഴിവാക്കി. സോ അറ്റ് പ്രസൻറ്റ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഈസ് കമ്പോസ്ഡ് ഓഫ് 8 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ്. അതും കഴിഞ്ഞപ്പോൾ സ്റ്റേൺബർഗ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഇതല്ല, ഇത് വേറൊരു തരത്തിൽ ഇൻ്റർപ്രിറ്റ് ചെയ്യാം. കോമ്പണൻഷ്യൽ ഇൻ്റലിജൻസ്, എക്സ്പീരിയൻഷ്യൽ ഇൻ്റലിജൻസ്, കോണ്ടക്സ്റ്റൽ ഇൻ്റലിജൻസ് എന്ന് 3ആയിട്ട് സ്റ്റേൺബർഗ് ക്ലാസിഫൈ ചെയ്യുന്നു ഇൻ്റലിജൻസിന്. അതും കഴിഞ്ഞ് ഡാനിയൽ ഗോൾമാൻ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ പുതിയൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്, വൈകാരിക ബുദ്ധി. ഏറ്റവും പെട്ടെന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ പ്രധാനമന്ത്രി, അദ്ദേഹം കുട്ടിക്കാലത്ത് ആരായിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹം ചായക്കടയിൽ ചായ പകർന്നു കൊണ്ട് കൊടുക്കാൻ നിന്ന ഒരു ബോയ് ആയിരുന്നു നരേന്ദ്രമോദി, ആദരണീയനായ ഇന്ത്യയുടെ ഇന്നത്തെ പ്രധാനമന്ത്രി. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഒരു സാധാരണ വ്യക്തിയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇന്ന് ആയിരക്കണക്കിന് IAS പ്രവർത്തിക്കുന്നുണ്ട്. IAS പറഞ്ഞാൽ ബുദ്ധിശക്തിയിൽ വളരെ മുന്നിലുള്ളവരാണ്. പക്ഷെ അങ്ങനെയുള്ള ബുദ്ധിശക്തിയിൽ അതിമുന്നിൽ പോകുന്നവരെ പോലും നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് വൈകാരിക ബുദ്ധി മുന്നിലുള്ളവർക്കുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. ഡാനിയൽ ഗോൾമാൻ അതിനെപ്പറ്റി ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ ബുദ്ധിശക്തിയെക്കുറിച്ച് നൂതനങ്ങളായിട്ടുള്ള കാര്യം, ഇതിനെപ്പറ്റിയൊക്കെ ചോദ്യമില്ലാതെ PSC ഹൈസ്കൂൾ ടീച്ചർ പരീക്ഷ കടന്നു പോകാൻ കഴിയില്ല കേട്ടോ. പരീക്ഷ കടന്നു പോകാൻ കഴിയില്ല എന്ന് മാത്രമല്ല, പരീക്ഷ കടന്ന് അപ്പുറം എത്തിയാലും ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ അവബോധമില്ല എങ്കിൽ നമുക്ക് നല്ല ഒരു അധ്യാപകനായിട്ട് ശോഭിക്കാൻ കഴിയില്ല. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം, ഇൻ്റലിജൻസ്. അത് കഴിഞ്ഞാൽ ലേണിംഗ് തിയറീസ്, മറ്റൊരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ലേണിംഗ് തിയറീസ്. ഇറ്റ് ക്യാൻ ബ്രോഡ്ലി ബി ക്ലാസിഫൈഡ് ഇൻടു 2: ബിഹേവിയറിസ്റ്റ് തിയറീസ് ആൻഡ് കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറീസ്.
നിങ്ങളൊക്കെ പണ്ട് പഠിച്ചവരൊക്കെ ഈ ബിഹേവിയറിസ്റ്റ് തിയറീസാണ് കൂടുതൽ പഠിച്ചിട്ടുള്ളത്. ബിഹേവിയറിസ്റ്റ് തിയറീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 സിദ്ധാന്തങ്ങളുണ്ട്. ഒന്ന് ക്ലാസിക്കൽ കണ്ടീഷനിങ് ബൈ പാവ്ലോവ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നൊക്കെ ഈ BEd പരീക്ഷയ്ക്ക് എഴുതുന്ന കുട്ടികളൊക്കെ എഴുതി വെക്കാറുണ്ട്. ഇത് ക്ലാസ്സിൽ വെച്ച് കണ്ടീഷൻ ചെയ്ത സിദ്ധാന്തമായതുകൊണ്ടാണ് ഇതിനെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നൊക്കെ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ പരീക്ഷയ്ക്ക് എഴുതാറുണ്ട്. തെറ്റാണ് കേട്ടോ. ക്ലാസ്സിൽ വെച്ച് കണ്ടീഷൻ ചെയ്തതുകൊണ്ടല്ല ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദി തിയറി റിപ്പോർട്ടഡ് ഇൻ ദി ഫീൽഡ് ഓഫ് ലേണിംഗ്. പഠനരംഗത്ത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന തിയറി ആയതുകൊണ്ടാണ് ഇതിനെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ ബിഹേവിയർസ് തിയറീസ്. രണ്ടാമത്തെ തിയറി ട്രയൽ ആൻഡ് എറർ തിയറിയാണ്. ട്രയൽ ആൻഡ് എറർ തിയറി എഡ്വേർഡ് തോണ്ടൈക്കാണ് ആ തിയറി അവതരിപ്പിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ തിയറി ഓപ്പറന്റ് കണ്ടീഷനിങ്. ഓപ്പറന്റ് മീൻസ് ഓപ്പറേഷൻ ഓർ ആക്ഷൻ. ഓപ്പറന്റ് കണ്ടീഷനിങ് BF സ്കിന്നർ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞനാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ അദ്ദേഹം സ്റ്റിമുലസ് ആണ് കണ്ടീഷൻ ചെയ്തത്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് എസ് ടൈപ്പ് കണ്ടീഷനിങ്. വേറസ് ഇൻ ഓപ്പറന്റ് കണ്ടീഷനിങ് we are conditioning the response of the organism. That is why it is known as R-type conditioning. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ബിഹേവിയർസ് തിയറീസ്. ഇതൊക്കെയാണ് ഇന്ന് ഒരു വിഭാഗം മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഈ ബിഹേവിയർസ് തിയറീസൊക്കെ വളരെ അപ്രസക്തമായിട്ട് കഴിഞ്ഞിരിക്കുന്നു, അപ്രസക്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ കാലമാണ്. കൺസ്ട്രക്റ്റിവിസത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് 3 ആചാര്യന്മാരുണ്ട്. ഒന്ന് ജീൻ പിയാഷെ. അദ്ദേഹത്തിൻ്റെ തിയറിയുടെ പേര് തന്നെ ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നാണ്. എന്താ ഈ ജനറ്റിക് എപ്പിസ്റ്റമോളജി? വൈ ജീൻ പിയാഷെ കാൾഡ് ഹിസ് തിയറി അസ് ജനറ്റിക് എപ്പിസ്റ്റമോളജി? ജീൻ പിയാഷെ ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ ലേണിംഗ് തിയറിയെ ബയോളജിക്കലായിട്ടാണ് ഇൻ്റർപ്രിറ്റ് ചെയ്തേക്കുന്നത്. ഹൗ ചിൽഡ്രൻ അറ്റൈൻ നോളജ് ആൻഡ് ഡെവലപ്പ് കൊഗ്നിറ്റീവ്ലി. കുട്ടികൾ വിജ്ഞാനമാർജിച്ച് അവരുടെ വൈജ്ഞാനിക മണ്ഡലം എങ്ങനെ വികസിപ്പിക്കുന്നു എന്നാണ് ജീൻ പിയാഷെ തൻ്റെ സിദ്ധാന്തത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ജനറ്റിക് ഓർ ബയോളജിക്കൽ എന്ന പേര് അദ്ദേഹം കൊടുത്തത്. അതാണ് എപ്പിസ്റ്റമോളജി. രണ്ടാമത് പറഞ്ഞേക്കുന്ന വാക്ക് എപ്പിസ്റ്റമോളജി, ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന്. എന്താ ഈ എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ? ഫിലോസഫി ഹാസ് 3 ബ്രാഞ്ചസ്: മെറ്റാഫിസിക്സ്, എപ്പിസ്റ്റമോളജി ആൻഡ് ആക്സിയോളജി. ഞാനിപ്പം കോഴിക്കോട് തൊണ്ടയാടുള്ള ക്രസൻറ്റ് ഫ്ലാറ്റിലിരുന്നാണ് നിങ്ങളെ അഭിസംബോധന ചെയ്തേക്കുന്നത്. എനിക്ക് തൊട്ട് മുന്നിൽ വലിയൊരു മേൽപ്പാലം കാണുന്നുണ്ട്. ആ മേൽപ്പാലത്തിനപ്പുറം ബഹുനില കെട്ടിടങ്ങൾ, ഫ്ലാറ്റുകൾ നിരവധിയുണ്ട്. അതിൻ്റെ അപ്പുറം മരങ്ങൾ കാണുന്നുണ്ട്. അതിൻ്റെ അപ്പുറം വലിയ മല കാണുന്നുണ്ട്. ഇതൊക്കെ പ്രകൃതിയുടെ ഭാഗമാണ്. ദിസ് ഈസ് നോൺ ആസ് മെറ്റാഫിസിക്സ്, ദി നേച്ചർ ഓഫ് റിയാലിറ്റി. Whereas metaphysics deals with the nature of reality, our knowledge about this reality. ഈ കെട്ടിടത്തിന് മുൻപിൽ വലിയൊരു മേൽപ്പാലം ഉണ്ടെന്നും അതിനപ്പുറം ഫ്ലാറ്റുകളുണ്ടെന്നും അതിനപ്പുറം മരങ്ങളുണ്ടെന്നും അതിനപ്പുറം വലിയ മലനിരകളുണ്ടെന്നുമുള്ള എൻ്റെ അറിവിൻ്റെ ഭാഗം, നോളജ് ആസ്പെക്റ്റിന് പറയുന്നതാണ് എപ്പിസ്റ്റമോളജി. While metaphysics deals with the nature of reality, our knowledge about this reality is known as epistemology. Then what is axiology? മൂല്യവുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രമാണ് ആക്സിയോളജി. ഇറ്റ് ക്യാൻ അഗൈൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2: എത്തിക്സ് ആൻഡ് എസ്തറ്റിക്സ്.
എത്തിക്സിൽ പറയുന്നത് നീതിശാസ്ത്രമാണ്. എത്തിക്സ് എന്ന് പറഞ്ഞാൽ വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ്, ഗുഡ് ഓർ ബാഡ്, അതാണ് എത്തിക്സ് ഡീൽ ചെയ്യുന്നതെങ്കിൽ എസ്തെറ്റിക് വെദർ ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ ഓർ അഗ്ലി, സൗന്ദര്യശാസ്ത്രമാണ് എസ്തെറ്റിക്സ്. ഈ എത്തിക്സും എസ്തെറ്റിക്സും കൂടെ ചേർന്നതാണ് ആക്സിയോളജി. അപ്പോൾ ഈ ഫിലോസഫിയുടെ ഭാഗത്തു നിന്നാണ് ജീൻ പിയാഷെ എപ്പിസ്റ്റമോളജി, നോളജ് എന്നുള്ള അർത്ഥം വരുന്ന ആ വാക്ക് എടുത്ത് ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് കോയിൻ ചെയ്തിരുന്നു. ഹൗ ചിൽഡ്രൻ അറ്റൈൻ നോളജ് ഡെവലപ്പ് കൊഗ്നിറ്റീവ്ലി, ആ വലിയ സിദ്ധാന്തത്തിൽ അദ്ദേഹം ഒരുപാട് പുതിയ സാങ്കേതികമായിട്ടുള്ള ടെർമിനോളജീസ് ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമത് പറയുന്നത് സ്റ്റിമുലസ്. ചോദകങ്ങൾ. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലാണ് ചോദകങ്ങൾ വന്ന് ഭവിക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങളെന്ന് പറഞ്ഞാൽ കണ്ണ്, ചെവി, മൂക്ക്, ത്വക്ക്, നാക്ക്. ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ വന്ന് ചോദന ഭവിക്കുമ്പോൾ, ഇപ്പോൾ അടുക്കളയിൽ മത്സ്യം മൂപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിശപ്പുണ്ടാവും, നമ്മുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു, നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് അങ്ങ് അടച്ചു വെക്കും. ഇനി ഭക്ഷണം കഴിച്ചിട്ട് വായിക്കാം എന്ന് നമ്മൾ തീരുമാനിക്കും. അതാണ് പറയുന്നത് ഡിസിക്വിലിബ്രിയം. സ്റ്റിമുലസ് ക്രിയേറ്റ് ഡിസിക്വിലിബ്രിയം. ഇംബാലൻസ് ഉണ്ടാക്കി, നമ്മളിൽ ഡിസിക്വിലിബ്രിയം ഉണ്ടാക്കി. എവരി ഓർഗാനിസം വാണ്ട്സ് ടു ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം. സമതുല നില സൂക്ഷിക്കാൻ എല്ലാ ജീവജാലങ്ങൾക്കും ആഗ്രഹമുണ്ട്. വൈജ്ഞാനികമായിട്ട് ഡിസിക്വിലിബ്രിയത്തിൽ എത്തുമ്പോൾ വൈജ്ഞാനിക മണ്ഡലത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകത്തെ പറയുന്നതാണ് സ്കീമ. സ്കീമയുടെ പ്ലൂറൽ സ്കീമാറ്റ എന്നാണ്. അനേകം സ്കീമാറ്റകൾ ചേരുന്നതാണ് സ്കീം എന്ന് പറയുന്നത്. സ്കീമയെ അഭയം പ്രാപിക്കും. സ്കീമയുടെ സഹായത്തോടു കൂടി ഓപ്പറേഷൻ നടത്തും. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മനോവ്യാപാരം. അതാണ് സൈക്കോളജിയിൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. വിത്ത് ദി ഹെൽപ്പ് ഓഫ് റിവേഴ്സിബിലിറ്റി. ആശയങ്ങളെ വൈജ്ഞാനിക മണ്ഡലത്തിൽ മുന്നോട്ടും പിന്നോട്ടും പായിക്കാനുള്ള ആ കഴിവിനെയാണ് റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. റിവേഴ്സിബിലിറ്റിയുടെ സഹായത്തോടു കൂടി സ്കീമ ഉപയോഗിച്ച് ഓപ്പറേഷൻ നടത്തും. നെക്സ്റ്റ് 2 ടെർമിനോളജി വളരെ പ്രധാനപ്പെട്ട, മിക്ക PSC പരീക്ഷയ്ക്കും ചോദിക്കും. അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ. അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ ആശയങ്ങളെ കോർത്ത് വലിച്ച് വൈജ്ഞാനിക മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകുന്നു. പിയാഷെ ഉപയോഗിച്ച വാക്ക് തന്നെ ഹുക്കിംഗ് ഇൻ പ്രോസസ് എന്നാണ് അസിമിലേഷൻ പറയുന്നത്. ചിരപരിചിതമായിട്ടുള്ള അറിവിൻ്റെ വെളിച്ചത്തിൽ നൂതനമായിട്ടുള്ള അറിവിനെ കോർത്ത് വലിച്ച് വൈജ്ഞാനിക മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. വൈജ്ഞാനിക മണ്ഡലമോ തേനീച്ചക്കൂട് പോലും അനേക ലക്ഷോപലക്ഷം അറകളോടുകൂടിയ ഒരു സ്ഥലമാണ്. അവിടെ കൊണ്ടുവന്ന് അലക്ഷ്യമായിട്ട് നിക്ഷേപിക്കലല്ല. വൈജ്ഞാനിക മണ്ഡലത്തിൽ ഓരോന്നിനും ഓരോ സ്ഥലമുണ്ട്. ഫിലോസഫിക്ക് ഒരു സ്ഥലം, സൈക്കോളജിക്ക് ഒരു സ്ഥലം, ടെക്നോളജിക്ക് ഒരു സ്ഥലം, സോഷ്യോളജിക്ക് വേറൊരു സ്ഥലം. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നതിനെയാണ് സംസ്ഥാപനം അഥവാ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ആ അക്കോമഡേറ്റ് ചെയ്യുന്നതിൻ്റെ പരിണതഫലമായിട്ടാണ് ഇക്വിലിബ്രിയത്തിലെത്തുന്നത്. ഡിസിക്വിലിബ്രിയത്തിൽ നിന്ന് എക്വിലിബ്രിയത്തിലെത്തുന്ന പ്രോസസ്സിനെയാണ് ഇക്വിലിബ്രേഷൻ എന്ന് പറയുന്നത്. ജീവി സമതുലിതാവസ്ഥ പ്രാപിക്കുന്നു, ഇക്വിലിബ്രേറ്റ് ചെയ്യുന്നു. ഇക്വിലിബ്രേറ്റ് ചെയ്യുന്നതോടുകൂടി വി വിൽ അഡാപ്റ്റഡ് ടു എ ന്യൂ സിറ്റുവേഷൻ ആൻഡ് ദി കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഈസ് ദി ആഫ്റ്റർ ഇഫക്റ്റ് ഓഫ് ദിസ് ബയോളജിക്കൽ അഡാപ്റ്റേഷൻ. അതാണ് പിയാഷെ പറയുന്നത്. കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിൽ പിയാഷെ പറയുന്ന കാര്യം അതാണ്. അതേ തുടർന്ന് ജെറോം എസ് ബ്രൂണർ കൺസ്ട്രക്റ്റിവിസത്തിലേക്ക് കടന്നു വരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ പേരൊക്കെ വളരെ പ്രസക്തമാണ് പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂ, PSC പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂ.
പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഡിസ്കവറി ലേണിംഗ് എന്നുള്ള സിദ്ധാന്തം ബ്രൂണർ അവതരിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് ലെവ് വൈഗോസ്കി, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ലെവ് വൈഗോസ്കി ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് തന്നെ പിയാഷെ വിമർശിച്ചുകൊണ്ടാണ്. പിയാഷെ ജ്ഞാനാർജനം ബയോളജിക്കലായിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വൈഗോസ്കി പറഞ്ഞു, ബയോളജിക്കലായിട്ടൊന്നും അത് നടക്കത്തില്ല, ഇത് സാമൂഹ്യമായിട്ടാണ് നടക്കുന്നത്. ആദ്യം ഇൻ്റർപേഴ്സണാണ് നടക്കുന്നത്, എന്നിട്ട് മാത്രമേ ഇൻട്രാപേഴ്സണിലേക്ക് വരുള്ളൂ. ഇൻ്റർ സൈക്കോളജിയിൽ നിന്ന് മാത്രമേ ഇൻട്രാസൈക്കോളജിയിലേക്ക് വരുള്ളൂ. സാമൂഹ്യമായിട്ടുള്ള ഇതൊരു സാംസ്കാരിക പ്രക്രിയയായിട്ടാണ് വിദ്യാഭ്യാസത്തെ വൈഗോസ്കി കണ്ടത്. വൈഗോസ്കി പറയുന്നു, ഏതൊരു പുസ്തകവും ഒരു കുട്ടിക്ക് കൊടുത്താൽ സ്വയം വായിച്ച് കുട്ടിക്ക് ഗ്രഹിക്കാവുന്ന ഒരു തലമുണ്ട്. അതിനെയാണ് വൈഗോസ്കി LAD എന്ന് ചുരുക്കപ്പേരിൽ പറയുന്നത്, ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ്. അതിനേക്കാൾ ഉയർന്ന ഒരു തലമുണ്ട്. ഏത് കുട്ടിയുടെയും ബൗദ്ധിക മണ്ഡലത്തിൽ ഉയർന്ന ഒരു തലമുണ്ട്. ആ തലത്തിലേക്ക് കുട്ടിക്ക് ഉയർന്നു ചെല്ലണമെങ്കിൽ ആ തലത്തിന് പറയുന്നത് LPD എന്നാണ്, ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ്. ആ തലത്തിലേക്ക് കുട്ടിക്ക് ഉയരാൻ കഴിയണമെങ്കിൽ ഒരു പരസഹായം വേണം, മുതിർന്ന ഒരാളുടെ സഹായം വേണം, ഒരു അധ്യാപകൻ്റെ സഹായം വേണം, രക്ഷകർത്താവിൻ്റെ സഹായം വേണം. അപ്പം രക്ഷകർത്താവ് വേണം LADയിൽ നിന്ന് കുട്ടിയെ പിടിച്ച് LPDയിൽ എത്തിക്കാൻ. സോ ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, ഈസ് ആൻ ഏരിയ ഇൻ ബിറ്റ്വീൻ LAD ആൻഡ് LPD. ആ ഭാഗത്ത് കുട്ടികൾക്ക് സ്കഫോൾഡിങ് കൊടുക്കുക എന്നുള്ളതാണ് അധ്യാപകൻ്റെ ധർമ്മം. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ, റോൾ ഓഫ് ടീച്ചർ ഈസ് ആൾസോ കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ്. മുൻകാലത്ത് അധ്യാപകനും ഗുരുവായിട്ടായിരുന്നു കരുതിയിരുന്നത്. പിയാഷെ പറയുന്നു, ക്രിയേറ്റർ ഓഫ് ഡിസിക്വിലിബ്രിയം ഇൻ ദി കോഗ്നിറ്റീവ് സ്ട്രക്ചർ ഓഫ് ദി സ്റ്റുഡൻസ്. അതാണ് അധ്യാപകൻ എന്ന് പറയുന്നത്. വൈജ്ഞാനിക തലത്തിൽ ഒരു അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുക. ബ്രൂണർ പറയുന്നു, റോൾ ഓഫ് ദി ബീയിങ് ടീച്ചേഴ്സ്, യുവർ ഡ്യൂട്ടി ഈസ് നോട്ട് ടു ക്രിയേറ്റ് ലിറ്റിൽ വാക്കിംഗ് ലൈബ്രറീസ് ബട്ട് ടു ഹെൽപ്പ് ദി ലേണർ ടു ലേൺ ഹൗ ടു ലേൺ. അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങളുടെ ധർമ്മം സഞ്ചരിക്കുന്ന ചെറു ഗ്രന്ഥപ്പുരകളെ സൃഷ്ടിക്കലല്ല, എങ്ങനെ പഠിക്കണം എന്ന് പഠിക്കാൻ പഠിതാക്കളെ സഹായിക്കലാകുന്നു. സോ ദി റോൾ ഓഫ് ദി ടീച്ചർ ഈസ് ദാറ്റ് ഓഫ് എ ഹെൽപ്പർ അക്കോർഡിംഗ് ടു ബ്രൂണർ. വൈഗോസ്കി എന്താ പറയുന്നത്? സ്കഫോൾഡറാണ്. കൈത്താങ് കൊടുക്കുക, കുട്ടിക്ക് കൈത്താങ് കൊടുക്കുക, സ്കഫോൾഡിങ് നൽകുക, അതാണ് അധ്യാപകൻ്റെ ജോലി എന്ന് പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ അധ്യാപകൻ്റെ ജോലിയും അധ്യാപകൻ്റെ ധർമ്മവും കോൺസ്റ്റൻ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു കാര്യം, അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മോഡൽസ് ഓഫ് ടീച്ചിങ്. മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൽ പ്രധാനമായിട്ട് നമ്മൾ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിനെ കുറിച്ചൊക്കെ ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാകും. മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൽ വൈ മോഡൽസ് ഓഫ് ടീച്ചിങ്, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് നമുക്ക് വി ഹാവ് സോ മെനി ലേണിംഗ് തിയറീസ് വിത്ത് അസ്, പിന്നെന്തിനാ വാട്ട് ഈസ് ദി റെലവൻറ്റ് ഓഫ് മോഡൽസ് ഓഫ് ടീച്ചിങ്, അതിൻ്റെ റെലവൻസ് എന്താണ്, അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ലേണിംഗ് തിയറി വിൽ ഹെൽപ്പ് ദി ലേണർ ടു ലേൺ എഫക്റ്റീവ്ലി. എഡ്യൂക്കേഷൻ രണ്ട് വശങ്ങളുണ്ടത്, ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ഫോർ എ quite long time the focus of educational psychology has been on learning. As a result of that, we could develop a number of learning theories. ഞാൻ മുമ്പേ പറഞ്ഞു, ബിഹേവിയറിസ്റ്റ് തിയറീസ്, കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറീസ്, ഇതൊക്കെ ലേണിംഗ് തിയറിയാണ്. ലേണിംഗ് തിയറി പഠിതാക്കളുടെ പഠനം സുഗമമാക്കാൻ സഹായിക്കും. വാട്ട് അബൌട്ട് ടീച്ചിങ്? പഠനത്തിന് അടിസ്ഥാനം ബോധനമാണ്. ആ ബോധനം ശക്തിപ്പെടുത്താൻ ബോധന സിദ്ധാന്തങ്ങൾ ആവശ്യമല്ലേ?
മാത്രമല്ല, അധ്യാപകൻ അനുദിനം ക്ലാസ്സിൽ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായിട്ട് so the teachers are badly in need of some teaching theories to overcome their classroom problems. അവിടെയാണ് മോഡൽസ് ഓഫ് ടീച്ചിങ് വൈ. ഇനി മോഡൽസ് ഓഫ് ടീച്ചിങ് വാട്ട്, എന്താണ് ഈ മോഡൽസ് എന്ന് പറഞ്ഞാൽ? മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അധ്യാപകൻ നേരിടുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് അനൗപചാരികമായിട്ട് ചില പഠനങ്ങളും എക്സ്പെരിമെൻസും ഒക്കെ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ടീച്ചേഴ്സൊക്കെ നടത്തി. ബട്ട് നോബഡി കുഡ് ഡെവലപ്പ് എ ഫുൾ പ്രൂഫ് തിയറി ഓഫ് ടീച്ചിങ്. ബട്ട് ആസ് ആൻ അറ്റംപ്റ്റ് they could develop some instructional patterns or instructional plans or instructional designs. These instructional designs or patterns or plans are known as models of teaching. ഇല്ലത്തുനിന്ന് പോരുകയും ചെയ്തു, അമ്മ തൊട്ടെത്തിയതുമില്ല. അതാണ് നമ്മുടെ അവസ്ഥ. ലേണിംഗ് തിയറീസിൽ എക്സ്പെരിമെൻ്റ് നടത്തി അധ്യാപകർ ശ്രമിച്ചു, മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൽ എത്തി നിൽക്കുകയാണ്. നമ്മൾ എവിടെ പോകാനാണ് തീരുമാനിച്ചിരുന്നത്? ടീച്ചിങ് തിയറി ഫോർമുലേറ്റ് ചെയ്യാൻ. ബ്രൂസ് ജോയ്സ് ആൻഡ് മാർഷ വെയിൻ, two American ladies, they have identified the experiments conducted by the teachers in various parts of the world. They have collected, edited, structured, classified and published these models in the form of a book titled Models of Teaching. ഇനി അതേപോലെ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൻ്റെ ഫങ്ഷൻസ് ഓർ യൂസസ് ഓർ റോൾസ് അറിഞ്ഞിരിക്കണം. ക്ലാസിഫിക്കേഷൻ ഓഫ് മോഡൽസ് അതിലും പ്രധാനമാണ്. ഹൗ ടു ഡിസ്ക്രൈബ് എ മോഡൽ, എങ്ങനെയാണ് ഒരു മോഡൽ നിർവചിക്കേണ്ടത്? സിൻടാക്സ്, സോഷ്യൽ സിസ്റ്റം, പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ, സപ്പോർട്ട് സിസ്റ്റം, ഇൻസ്ട്രക്ഷൻ ആൻഡ് നർച്ചർ ആൻഡ് എഫക്റ്റ്, സോ മെനി കാര്യങ്ങൾ അതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. മോഡൽസ് ഓഫ് ടീച്ചിങ്. ദെൻ മോട്ടിവേഷൻ. ഒരു യന്ത്രത്തിൻ്റെ പ്രവർത്തനത്തിന് ഇന്ധനം എത്രമാത്രം അനിവാര്യമാണോ അതുപോലെയാണ് പഠനത്തെ സംബന്ധിച്ചിടത്തോളം അഭിപ്രേരണ. ആധുനിക കാലത്ത് പറയുന്നത് അധ്യാപകൻ്റെ ധർമ്മം ഒന്ന് മാത്രം, കുട്ടികളിൽ പ്രേരണ ഉണ്ടാക്കി കൊടുക്കുക. പഠനം അവർ നടത്തിക്കൊള്ളും. പഠനബോധന പ്രക്രിയയിൽ ഇന്ന് പഠനത്തിന് ഊന്നൽ നൽകുന്നു. പഠനം നടത്തേണ്ടത് പഠിതാക്കളാണ്. Then what is the role of the teacher? Role of the teacher is that of a motivator. അഭിപ്രേരണ നൽകുക. അഭിപ്രേരണ, അതാണ് മോട്ടിവേഷൻ എന്നുള്ളതിൻ്റെ മലയാളം. രണ്ട് വാക്കാണ്, ഒന്ന് അഭി, മറ്റൊന്ന് പ്രേരണ. അഭി എന്ന് പറഞ്ഞാൽ മുന്നോട്ടെന്നാണ് അർത്ഥം. മുന്നോട്ട് നയിക്കുന്ന വാസനാ വൈഭവം, വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് വഹിക്കാനുള്ള വാസന അവർക്കുണ്ടാക്കി കൊടുക്കുക. മോട്ടിവേഷൻ രണ്ട് തരത്തിലുണ്ട്, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആൻഡ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ബാഹ്യമായിട്ടുള്ള പ്രേരണയും ആന്തരികമായിട്ടുള്ള പ്രേരണയും. ഇതിന് സ്ഥായിയായിട്ടുള്ള ആന്തരികമായിട്ടുള്ള പ്രേരണ പഠിതാക്കളിൽ ജനിപ്പിക്കുക എന്നുള്ളതാണ് അധ്യാപകൻ്റെ ധർമ്മം. ഈ പ്രേരണ എബ്രഹാം മാസ്ലോ ഒരു തിയറി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. നീഡ് ഹൈറാർക്കി എന്നാണ് പറയുന്നത്. മനുഷ്യൻ്റെ ആവശ്യങ്ങളെ എബ്രഹാം മാസ്ലോ ക്ലാസിഫൈ ചെയ്ത് 5 തലത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ തലം എന്ന് പറഞ്ഞാൽ ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ്. അതിൻ്റെ ഉയർന്ന തലം സേഫ്റ്റി നീഡ്സ്. അതിന് ഉയർന്ന മൂന്നാമത്തെ തലം ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ്സ്. നാലാമത്തെ തലം എസ്റ്റീം നീഡ്സ്. അവസാനത്തെ സെൽഫ് ആക്ച്വലൈസേഷൻ. പരീക്ഷയ്ക്ക് പല കുട്ടികളും തെറ്റിച്ചെഴുതാറുണ്ട് ഇതിനെക്കുറിച്ച്. ആത്മസാക്ഷാത്കാരം അല്ല, ആത്മാവിഷ്കാരം, ആത്മയാഥാർത്ഥ്യവൽക്കരണം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇതുകൂടാതെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ മക്ലലൻഡ് 1951 വേറൊരു സിദ്ധാന്തം ആവിഷ്കരിച്ചിരുന്നു.
അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ, നേടാനുള്ള ത്വര. അതേപോലെ തന്നെ അവോയ്ഡൻസ് മോട്ടീവ്, മറ്റൊരു പുതിയ ആശയവും ഈ രംഗത്തുണ്ട്. അപ്പം ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കുകയാണ് മോട്ടിവേഷൻ. അടുത്ത ചാപ്റ്റർ കരിക്കുലമാണ്. കരിക്കുലം 2005 NCERT കരിക്കുലം വികസിപ്പിച്ചു. ആ കരിക്കുലത്തിൻ്റെ ഫ്രെയിംവർക്ക് ചുവട് പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളോട് കരിക്കുലം വികസിപ്പിക്കാൻ NCERT ആവശ്യപ്പെട്ടു. കേരള ഗവൺമെൻറ് SCERT 2007 കരിക്കുലം വികസിപ്പിച്ചു. അതിനുശേഷം 2007 വികസിപ്പിച്ച കരിക്കുലത്തെ തുടർന്ന് 2013 കരിക്കുലത്തിനൊരു പുതിയ സമീപനം 2013 ആവിഷ്കരിച്ചിട്ടുണ്ട് ഗവൺമെൻറ് ഓഫ് കേരള, SCERT. ഇതിനെപ്പറ്റിയെല്ലാം നാം പഠിക്കണം. ഈ 2013 കരിക്കുലം സമീപനം വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു സമീപനമാണ്. ദെൻ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, ടീച്ചിങ് എയ്ഡ്സ്. പണ്ടുള്ള കാലത്ത് അധ്യാപകനാകെ ഉണ്ടായിരുന്ന ആയുധം എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ബോർഡാണ്. ഇന്നതൊക്കെ പോയി, ബ്ലാക്ക് ബോർഡിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇന്ന് ഈ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ക്യാൻ ബ്രോഡ്ലി ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 categories. Audio aids or projected aids, then visual aids, activity aids. Projected aids, non-projected aids, activity aids എന്ന് 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പ്രൊജക്റ്റഡ് എയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TV, OHP means overhead projector, then slide projector, film projector, LCD, liquid crystal display projector, LCD, that is the latest projector, LCD projector. ഇതെല്ലാം പ്രൊജക്റ്റഡ് എയ്ഡ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന. നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ് ക്യാൻ അഗൈൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4. ഒന്നാമത് ഗ്രാഫിക് എയ്ഡ്സ്, ചാർട്ട്, മാപ്പ്, ട്രീ ചാർട്ട്, ഫ്ലോ ചാർട്ട്, ഫ്ലിപ്പ് ചാർട്ട്, പിക്ചർ, ഡയഗ്രംസ്, കാർട്ടൂൺസ്, ഇതൊക്കെ ഗ്രാഫിക് എയ്ഡ്സിൽ പെടും. അത് കഴിഞ്ഞ് ബോർഡ്, ഒരു തരം ബോർഡ് മാത്രമേ വിദ്യാഭ്യാസ രംഗത്ത് വ്യാപകമായിട്ട് ഉപയോഗിച്ച് കാണുന്നുള്ളൂ, ബ്ലാക്ക് ബോർഡ്. ഇതല്ലാതെ there are so many other boards that can be utilized for effective teaching. Magnetic board, pet board, flannel board, bulletin board, ഇതെല്ലാം വിദ്യാഭ്യാസ രംഗത്ത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന കാര്യമാണ്. ബോർഡ് കഴിഞ്ഞാൽ പിന്നെ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, ഓഡിയോ എയ്ഡ്സ് ഉണ്ട്. ടേപ്പ് റെക്കോർഡർ ആയാലും റേഡിയോ ആയാലും. ദെൻ 3D എയ്ഡ്സ്, പപ്പട്രി പോലുള്ളത് വിദ്യാഭ്യാസത്തിനായിട്ട് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം. ഇതെല്ലാം കൂടാതെ ആക്ടിവിറ്റി എയ്ഡ്സ്, ഫീൽഡ് ട്രിപ്പ്, സ്റ്റഡി ടൂറ്, ഒബ്സർവേറ്ററി, ടെറാറിയം, വിവേറിയം, ഇതെല്ലാം അക്വേറിയം, ഇതെല്ലാം വിദ്യാഭ്യാസത്തിന് വേണ്ടി ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന ആക്ടിവിറ്റി എയ്ഡ്സ് ആണ്. ഇത് കൂടാതെ ദെൻ ടീച്ചർ ക്വാളിറ്റീസ് ആൻഡ് കോമ്പിറ്റൻസീസ്. 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്നു. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്നതോടുകൂടി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം വിദ്യാർത്ഥിയുടെ അവകാശമായി മാറി. അതോടുകൂടിയാണ് അധ്യാപകന് ക്വാളിഫിക്കേഷൻ മാത്രം പോരാ, ക്വാളിറ്റിയും വേണം എന്ന് തീരുമാനിക്കപ്പെടുന്നതെന്നാണ്. അപ്പോഴാണ് BScയും BAയും ഒക്കെ പഠിച്ചാൽ മാത്രം പോരാ അധ്യാപകനാകാൻ, B.Edും മാത്രം പോരാ, BSc B.Ed പോരാ, BA B.Ed പോരാ,
ഇതൊക്കെ നമ്മുടെ ക്വാളിഫിക്കേഷനാണ്. ഇതിനോടൊപ്പം ക്വാളിറ്റി വേണം. ആ ക്വാളിറ്റി ഉറപ്പാക്കാനാണ് കേട്ടറ്റ് പോലുള്ള എക്സാമിനേഷൻ നടത്തുന്നത്. കേട്ടറ്റ് 4 കാറ്റഗറി നടത്തുന്നുണ്ട്. പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിന് കേട്ടറ്റ് കാറ്റഗറി 1, അപ്പർ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിന് കാറ്റഗറി 2, ഹൈസ്കൂൾ ടീച്ചറാകാൻ കാറ്റഗറി 3. ഇതുപോലെ 4മതൊരു കാറ്റഗറിയും കൂടെ ഉണ്ട്. അത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ, ആർട്ട് ടീച്ചർ, ക്രാഫ്റ്റ് ടീച്ചർ, മ്യൂസിക് ടീച്ചർ, ഇവർക്കൊക്കെ വേണ്ടിയാണ് കാറ്റഗറി 4. ഇത് കൂടാതെ അധ്യാപകർക്ക് കുറേ മൂല്യങ്ങൾ വേണം. അധ്യാപകർക്ക് കുറേ എത്തിക്സ് വേണം. അധ്യാപനം ഒരു പ്രൊഫഷനാണെന്ന് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞിരുന്നു. അധ്യാപകന് കുറേ എത്തിക്സ് വേണം. ട്രൂത്ത്, ഗുഡ്നെസ് ആൻഡ് ബ്യൂട്ടി, അതിന് 3 കൂടെ ചേർന്ന് ഫിലോസഫിക്കൽ ത്രയോ, ദാർശനിക ത്രയങ്ങളെന്നാണ് പറയുന്നത്. അത് വേണം അധ്യാപകൻ. പിന്നെ ആർഷഭാരതം ഉയർത്തിക്കൂടെ പിടിച്ച കുറേ മൂല്യങ്ങളുണ്ട്. സത്യം, സ്നേഹം, അഹിംസ തുടങ്ങിയിട്ടുള്ള ആർഷഭാരതം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ഉണ്ടാവണം അധ്യാപകന്. ഭരണഘടനയിൽ മുദ്രണം ചെയ്യപ്പെട്ടിട്ടുള്ള മൂല്യങ്ങളുണ്ട്. ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം, സമത്വം. ഇതിൽ വിശ്വസിക്കുന്ന ആളായിരിക്കണം അധ്യാപകൻ. പിന്നെ ഇതുകൂടാതെ കുറേ കോമ്പിറ്റൻസി വേണം. കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ വിഷയം ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള സ്കിൽസ്, നൈപുണികൾ അധ്യാപകന് വേണം. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ മാത്രമേ അധ്യാപകൻ നല്ല ഒരു അധ്യാപകനാവുള്ളൂ. 10ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് അസസ്മെൻ്റ് ആൻഡ് ഇവാലുവേഷൻ. അസസ്മെൻ്റ് എന്നുള്ള വാക്ക് തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് വികാസം പ്രാപിച്ച വാക്കാണ്. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, അസസ്മെൻറ്റ് ആസ് ലേണിംഗ്, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. ഇതൊക്കെ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിനെപ്പറ്റി എല്ലാം ചോദ്യം വരും. ഫോർമേറ്റീവ് അസസ്മെൻറ്റ്, സമ്മേറ്റീവ് അസസ്മെൻറ്റ്, വാട്ട് ആർ ദി ടൂൾസ് ആൻഡ് ടെക്നിക്സ്. ഈയിടെ ബി.എഡ് കോളേജിൽ പഠിപ്പിച്ച ഒരു അധ്യാപിക 1 വർഷം ബി.എഡ് കോളേജിൽ ഇതിനെപ്പറ്റിയൊക്കെ പഠിപ്പിച്ചിട്ട് എന്നോട് ഈ വർഷത്തിൽ അവസാനമാകുന്നുണ്ട് എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. സർ, ഈ ടൂൾസും ടെക്നിക്കും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഞാൻ അത്ഭുതപ്പെട്ടു പോയി കേട്ടോ. ടൂൾസ് വേറെ, ടെക്നിക്ക് വേറെ. ക്വസ്റ്റ്യനെയർ is a tool, rating scale is a tool, achievement test is a tool. ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ, സോഷ്യോമെട്രി, ഇൻ്റർവ്യൂ, projective technique, these are techniques. So we must understand what are the qualities of the test. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സും കുറേ അറിഞ്ഞിരിക്കണം. സ്റ്റാറ്റിക്സിൽ കുറച്ച് അറിയാനുള്ളത് പ്രധാനമായിട്ടും നോർമൽ പ്രോബബിലിറ്റി കർവിനെ പറ്റി അറിഞ്ഞിരിക്കണം, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അറിഞ്ഞിരിക്കണം, മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ അറിയണം, കോറിലേഷൻ അറിയണം. ഇങ്ങനെ പ്രാഥമികമായിട്ട് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ, ഇങ്ങനെ പ്രാഥമികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിലും അറിഞ്ഞിരിക്കണം. ഇതാണ് 10 ചാപ്റ്ററിനെപ്പറ്റി ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതാണ് 10 ചാപ്റ്റർ സൈക്കോളജി, പെഡഗോഗി, ഇതിൻ്റെ വെളിച്ചത്തിലുള്ള 10 ചാപ്റ്റർ. പക്ഷേ നമ്മുടെ പ്രശ്നം അവിടെ അല്ല കേട്ടോ. എന്ത് പഠിക്കണം എന്നുള്ളത് സിലബസിനകത്തുണ്ട്, അതെല്ലാം നമുക്കറിയാം. പക്ഷെ നമുക്ക് ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമുണ്ട്. എങ്ങനെ പഠിക്കണം എന്ന് ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അറിഞ്ഞുകൂടാന്നുള്ളത് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നരുത്, അത് സത്യമാണ് കേട്ടോ. എന്ത് പഠിക്കണമെന്ന് നമുക്കറിയാം, പക്ഷെ എങ്ങനെ പഠിക്കണമെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. അതിനകത്ത് പല ഘടകങ്ങളും നമ്മൾ ആലോചിക്കാറുണ്ട്. പഠന സമയം, ചില ആൾക്കാർ ഇത് പറയുന്നുണ്ടെങ്കിൽ പറയും പഠിക്കാൻ സമയമോ? അന്ന് പഠിക്കാൻ വല്ലയിടത്തും സമയം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, പഠന സമയമുണ്ട്. നമ്മൾ പണ്ട് ഒരു ചൊല്ല് കേട്ടിട്ടുണ്ടോ? ഏർലി ടു ബെഡ്, ഏർലി ടു റൈസ്,
മേക്സ് എ മാൻ ഹെൽത്തി, വെൽത്തി ആൻഡ് വൈസ്. ആ പഴഞ്ചൊല്ലിൻ്റെ ഒന്നും പ്രാധാന്യം ഈ കാലഘട്ടത്തിലും നഷ്ടപ്പെട്ടിട്ടില്ല. പഠിക്കാൻ ഏറ്റവും ഉത്തമമായ സമയം പ്രഭാത സമയം തന്നെയാണ്. വൈകിട്ട് 2 മണിക്കൂർ പഠിക്കുന്ന കാര്യമുണ്ടല്ലോ, പ്രഭാതത്തിൽ 1 മണിക്കൂർ കൊണ്ട് പഠിക്കാൻ കഴിയും. പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഹൃദിസ്ഥമാക്കേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിച്ച് വായിക്കേണ്ട കാര്യങ്ങൾ രാവിലെ തന്നെ വായിക്കുന്നതാണ് നല്ലത്. വൈകിട്ടത്തെ സമയം പ്രോജക്റ്റ് വർക്കുകൾക്കോ അസൈൻമെൻറ്റുകൾക്കോ ചാർട്ട് എഴുതാനോ മാപ്പുണ്ടാക്കാനോ ഇതിനൊക്കെയാണ് വൈകിട്ടുള്ള സമയം പറ്റുക. അപ്പോൾ പഠനത്തിന് ഏറ്റവും പറ്റിയ സമയം രാവിലത്തെ സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സൊരു ക്ലീൻ സ്ലേറ്റ് ആയിരിക്കും. എന്തെഴുതിയാലും കല്ലിൽ കൊത്തിവെച്ചതുപോലെ അവിടെ ഉണ്ടാവും. വൈകിട്ടാവുമ്പോഴത്തേക്ക് ആകെ അസ്വാസ്ഥ്യമായി തിരക്കുകളും പ്രശ്നങ്ങളും മനസ്സാകെ കലുഷിതവും പ്രക്ഷുബ്ധമായി മാറും. അത്തരം മനസ്സിലേക്ക് കാര്യങ്ങൾ പിടിച്ചു വെക്കാൻ, ഓർത്തു വെക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും. പിന്നെ രണ്ടാമതൊരു കാര്യം, പഠന സ്ഥലം. പഠിക്കാൻ പ്രത്യേകിച്ച് സ്ഥലമുണ്ടോ? വീട്ടിൽ പഠിക്കാൻ പ്രത്യേകിച്ച് സ്ഥലമുണ്ടോ? മിക്ക വീടുകളിലും സ്റ്റഡി റൂമുകളൊന്നും പ്രത്യേകം ഉണ്ടാകത്തില്ല. സാധാരണക്കാരൻ്റെ വീടുകൾ, പാവപ്പെട്ടവൻ്റെ വീടുകൾ. എന്നാൽ ഇനി ഒരു പഠന മുറി ഉണ്ടാക്കിയിട്ട് പഠിത്തം തുടങ്ങിയാൽ മതി എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ വീട്ടിൽ നമ്മൾ എവിടെ ഇരുന്നാണ് പഠിക്കുന്നത്? നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ആത്മപരിശോധന നടത്തിയത്. നിങ്ങൾ എവിടെ ഇരുന്നാണ് പഠിക്കുന്നത്? ചിലർ വീട്ടിലെ ഒരു ലിവിങ് റൂം ഉണ്ടല്ലോ, ഡ്രോയിങ് റൂം. വീട്ടിലെ എല്ലാ ആൾക്കാരും കുഞ്ഞുകുട്ടി പരാധീനങ്ങളെല്ലാം സാമ്പാറിൽ കഷ്ണം കിടന്ന് പെരളുന്ന പോലെ കിടന്ന് പെരളുന്ന ഒരു സ്ഥലമാണ് ഈ ഡ്രോയിങ് റൂം, ലിവിങ് റൂം. വലിയൊരു ടി വിയും അവിടെ കാണും. മുതിർന്ന ആൾക്കാരൊക്കെ ഇരുന്ന് സീരിയൽ കാണുന്ന സ്ഥലവും അതാണ്. പഠിക്കുന്ന കുട്ടിയുടെ ശ്രദ്ധ ടി വിയിൽ കളർഫുള്ളായിട്ടുള്ള ചിത്രങ്ങൾ രംഗപ്രവേശം ചെയ്യുമ്പോൾ, നമ്മുടെ ചെവിയെ പിടിച്ചു നിർത്തുന്ന സുന്ദരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ ഉണ്ടാകുമ്പോൾ കുട്ടിയുടെ മനസ്സ്, ശ്രദ്ധ വായനയിൽ നിന്ന്, പാഠപുസ്തകത്തിൽ നിന്ന് ടി വിയുടെ സ്ക്രീനിലേക്ക് അങ്ങ് പോയി പോകും. അതവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാത്രമല്ല, നമ്മുടെ വീട്ടിന് വെളിയിൽ നിന്നുള്ള ആൾക്കാർ പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ വേഗം ഓടിക്കയറുന്ന ഡ്രോയിങ് റൂമിലേക്കായിരിക്കും. അതോടുകൂടി നമ്മുടെ പഠനം അവിടെ നിന്നു പോകും. അപ്പോൾ ഡ്രോയിങ് റൂമൊന്നും പഠിക്കാൻ പറ്റിയ സ്ഥലമല്ല. ഇന്ന് ബഹുഭൂരിപക്ഷം വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന ആൾക്കാർ പെൺകുട്ടികളാണ്. പെൺകുട്ടികൾ പഠിക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയോ? ഡൈനിങ് ടേബിളാണ്. മിക്ക പെൺകുട്ടികളുടെയും പഠനം ഡൈനിങ് ടേബിളാണ്. എവിടെ ഡൈനിങ് ടേബിളിൻ്റെ സ്ഥലം? ഡൈനിങ് റൂമിലായിരിക്കും, ഇല്ലെങ്കിൽ കിച്ചണിലായിരിക്കും. എനിവേ കിച്ചണിനോട് അടുത്ത പ്രദേശത്തായിരിക്കും. കിച്ചണിലാണല്ലോ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ സ്മെല്ലുകൾ നമ്മുടെ ശ്രദ്ധ വല്ലാതെ അപഹരിക്കുകയുള്ളൂ, നമ്മുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് അതും പറ്റിയ സ്ഥലമല്ല. മറ്റൊരു വിഭാഗം കുട്ടികളുടെ പഠന സ്ഥലം എന്ന് പറഞ്ഞാൽ ബെഡ്റൂമാണ്. നമുക്കറിയാം ബെഡ്റൂമിലുള്ള ഫർണിച്ചറുകൾ എന്തൊക്കെയാണ്? കോട്ടുണ്ടാവും, ബെഡുണ്ടാവും. കിടന്നായിരിക്കും വായന. പല വീടുകളിലും ചെന്നാൽ പരീക്ഷ സമയത്ത് കുറേ പുസ്തകങ്ങളും ഇൻസ്ട്രുമെൻ്റ് ബോക്സും പെന്നും പെൻസിലും സ്കെയിലും റബ്ബറും ഒക്കെ ഇങ്ങനെ ബെഡ്റൂമിൽ ഇങ്ങനെ ചെതറിക്കിടക്കുന്ന കാഴ്ച കാണും. ഈ ബെഡ്റൂമിലിരുന്ന് വായന ഇരുന്നല്ലല്ലോ, ബെഡ്റൂമിൽ കിടന്നായിരിക്കും വായന. നിറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള വായനയാണെങ്കിൽ ഉറക്കം. പലർക്കും ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് മാതിരിയാണ്. ഉറക്കം ക്ഷണിച്ചു വരുത്തും ഭക്ഷണം കഴിഞ്ഞ് കിടന്നുള്ള വായനയും കൂടിയാണെങ്കിൽ. അപ്പോൾ അതൊന്നും പഠനത്തിന് പറ്റിയ സ്ഥലമല്ല. പഠനത്തിന് പറ്റിയ സ്ഥലം നിങ്ങൾ ഇന്ന് തന്നെ കണ്ടുപിടിക്കണം കേട്ടോ. യു ആർ സ്റ്റാർട്ടിങ് ഫോർ, നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങാണ്, HST കോച്ചിങ് തുടങ്ങാണ്. പഠനത്തിന് പറ്റിയ ഒരു സ്ഥലം നിങ്ങൾ കണ്ടെത്തണം. ശുദ്ധവായുവും നല്ല പ്രകാശവും വെളിച്ചവുമുള്ള ഏത് സ്ഥലവും, വീട്ടിലെ ആൾക്കാരുടെ വലിയ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത, ശബ്ദ ബാഹുല്യം ഇല്ലാത്ത ഒരു സ്ഥലം
പഠനത്തിനായിട്ട് നിങ്ങൾ കണ്ടെത്തുക തന്നെ വേണം തുടക്കത്തിൽ തന്നെ. ഇനി പഠന രീതി, പഠനത്തിന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ചില രീതികളുണ്ട്. PQRST. P മീൻസ് പ്രീവ്യൂ. ഒരു പുസ്തകം വായിക്കാൻ തുടങ്ങുകയാണെങ്കിൽ പുസ്തകം ഒന്ന് മറിച്ച് നോക്കുക. ഒരധ്യായം വായിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അധ്യായത്തിൻ്റെ പേജുകളിലൂടെ ആദ്യം ഒന്ന് നമ്മൾ കണ്ണോടിക്കുക. പ്രീവ്യൂ. It is just like looking at a road map before starting your journey. Then Q. What is Q? ഇപ്പം നമ്മൾ PSCയുടെ HST പരിശീലനം നടത്തുക. HST പരിശീലനത്തിൽ ഒരേ ഒരു മാതൃകയിലുള്ള ക്വസ്റ്റ്യനേ ഉള്ളൂ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഒരു കാര്യത്തിലും ആഴത്തിലിറങ്ങണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം. പെട്ടെന്ന് മനസ്സിലാകാൻ ഞാനൊരു ഉദാഹരണം പറയാം. സമുദ്രത്തിന് ആഴവുമുണ്ട് പരപ്പുമുണ്ട്. നമ്മൾ ആഴത്തിൽ ഇറങ്ങണ്ട. കാരണം എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസോ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസോ ഒന്നുമില്ല. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു ചോദ്യം സാധാരണ ചോദിക്കാറുണ്ടായിരുന്നു, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ, ഫ്രഞ്ച് വിപ്ലവം നടന്നത് എങ്ങനെ, അതിൻ്റെ പരിണതഫലങ്ങൾ എന്തൊക്കെയായിരുന്നു, അതിൻ്റെ പ്രത്യേക എസ്എ ടൈപ്പാണ് ക്വസ്റ്റ്യൻ. അത്തരം ചോദ്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനേ ഉള്ളൂ. അതുകൊണ്ട് സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങണ്ട, പരപ്പിൽ വിഹരിച്ചാൽ മതി. കോംപ്രിഹെൻസീവ് ആയിരിക്കണം വായന. അപ്പോൾ അങ്ങനെയുള്ള വായനയിൽ മുൻ പരീക്ഷയുടെ ചോദ്യങ്ങൾ നോക്കണം, മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കണം. ഒരു യൂണിറ്റ് വായിക്കാൻ തുടങ്ങുന്നതോടുകൂടി ആ യൂണിറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ആ ചാപ്റ്റർ വായിക്കുന്നതെങ്കിൽ ആ ക്വസ്റ്റ്യനുള്ള ഉത്തരങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സറിയാതെ അവിടെ ഒന്ന് സ്ട്രെസ് ചെയ്യുമ്പോൾ ഊന്നിപ്പോവും. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ്, ദെൻ റീഡ്. ആർ മീൻസ് റീഡ്. PQR മീൻസ് റീഡ്, റിസൈറ്റ്, റിക്കളക്ട്. യെസ് മീൻസ് സമ്മറൈസ്. ഒരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞിട്ട് ഒരു ചെറിയ കുറിപ്പുണ്ടാക്കി വെക്കുക. സമ്മറൈസ് ദി കണ്ടന്റ്. ദെൻ T മീൻസ് ടെസ്റ്റ്. ടെസ്റ്റ്. നമ്മുടെ ഇവിടുത്തെ പരിശീലന പരിപാടിയിലെ രീതിയെക്കുറിച്ച് വരുമ്പോൾ ഈ ടെസ്റ്റിനും ടെസ്റ്റിങ്ങിനും ഒക്കെ ഉള്ള പ്രസക്തിയെക്കുറിച്ച് നമുക്ക് അവിടെ പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ വായിക്കുക. 3 മണിക്കൂർ വായിക്കാൻ കിട്ടിയാൽ ഒറ്റ സ്ട്രെച്ചിന് 3 മണിക്കൂർ ഇന്നങ്ങ് വായിക്കും. ഒരു ഫലവും ഇല്ല കേട്ടോ. ക്ഷമിക്കുക, നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. അങ്ങനെ ഇരുന്ന് വായിക്കുന്നതുകൊണ്ട് യാതൊരു ഫലവുമില്ല. സൈക്കോളജിയിൽ പറയുന്നുണ്ട് അറ്റൻഷൻ സ്പാൻ. നമുക്കൊരു കാര്യത്തിൽ ശ്രദ്ധിക്കാവുന്ന ഒരു പരിധിയുണ്ട്, ഒരു സമയപരിധിയുണ്ട്. 40 മിനിറ്റ് സ്കൂളിൽ കഴിയുമ്പോൾ ഡിമ്മെന്നൊരു ബെല്ലടിക്കും. ഒരു വിഷയം മാറി വേറൊരു വിഷയം വരും. സാരി ഉടുത്ത ടീച്ചർ മാറി പാൻറ്റിട്ട ഒരു അധ്യാപകൻ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ 40 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറിൽ കൂടുതലൊന്നും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു കാര്യം പഠിക്കാൻ കഴിയില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 3 മണിക്കൂർ പഠിക്കാൻ കിട്ടുന്നത് 3 ഖണ്ഡങ്ങളായിട്ട്, കഷ്ണങ്ങളായിട്ട് മാറ്റണം. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ഇടവേള വേണം. അടുത്ത 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഇടവേള വേണം. ഈ ഇടവേള സമയത്ത് എന്ത് ചെയ്യാം? 5 മിനിറ്റോ 10 മിനിറ്റോ ആയിരിക്കണം ഇടവേള. വീട്ടിന് വെളിയിലിറങ്ങി പച്ചപ്പുള്ള സ്ഥലത്ത് ഒന്ന് ഉലാത്താം. പച്ചപ്പുള്ള സ്ഥലത്ത് ഒന്ന് ഉലാത്തി കഴിഞ്ഞാൽ കണ്ണിന് ഈ കമ്പ്യൂട്ടറിലൊക്കെ റിഫ്രഷ് ബട്ടൺ അടിക്കുന്ന പോലെ കുളിർമ കിട്ടും, റിഫ്രഷായി കിട്ടും. കണ്ണൊക്കെ മനസ്സും റിഫ്രഷാവും. ഒരു പാട്ട് കേൾക്കാം, കുടുംബാംഗങ്ങളോട് സംസാരിക്കാം. ഇതൊക്കെ ഇടവേളയ്ക്ക് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ 3 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമ ആദ്യവസാനം കാണാനിരുന്ന് കളയരുത്. അത് ഇടവേള അല്ലാതായിപ്പോൾ. 2020 ക്രിക്കറ്റ് 20th ഓവർ എറിഞ്ഞു തീരുന്നവരെ TV യുടെ മുന്നിലിരിക്കരുത്. അത് ഇടവേള അല്ലാതായിപ്പോൾ.
നമ്മൾ പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ ഉറയ്ക്കാൻ ഇത്തരം ഇടവേളകൾക്ക് സഹായിക്കാൻ കഴിയും. അടുത്ത മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഗുരുകുല വിദ്യാഭ്യാസത്തിലൊക്കെ പഠനം നടന്നിരുന്നത് ശ്രവണ മനന നിധിധ്യാസനം എന്ന രീതിയിലായിരുന്നു. വളരെ ഫലപ്രദമാണ്. ശ്രവണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ എഴുതി വെക്കാനുള്ള സ്ലേറ്റോ പുസ്തകമോ ഓലയുടെയോ നാരായത്തിൻ്റെയോ ഒത്താശയോ ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ഉച്ചാരണപ്രധാനങ്ങളായ വേദങ്ങളും മന്ത്രങ്ങളും സ്മൃതികളും ശ്രുതികളും ഒക്കെയാണ് പഠിപ്പിച്ചിരുന്നത്. അപ്പം ശ്രവണമെന്ന് വെച്ചാൽ കേൾവി എന്ന് പറയും. അല്ല, കേൾവിയല്ല, ശ്രദ്ധയോടുകൂടിയുള്ള കേൾവി. ഒരു സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കുന്നത് പോലെ ഗുരുമുഖത്തു നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ അതേപോലെ പിടിച്ചു വെക്കുക. അതാണ് ശ്രവണം. ശ്രവണം എന്ന് പറഞ്ഞാൽ ശ്രവണം മാത്രമേ ഉള്ളൂ. നമ്മളിന്ന് ക്ലാസ്സിൽ എന്ത് പറഞ്ഞാലും കുട്ടികളൊക്കെ എഴുതാൻ തുടങ്ങും. എഴുതുന്നുണ്ടെങ്കിൽ എഴുത്ത് മാത്രമേ നടക്കുള്ളൂ, കേൾവി നടക്കില്ല കേട്ടോ. ശ്രവണമെന്ന് പറഞ്ഞാൽ അന്ന് ശ്രവിക്കുക മാത്രമേ എഴുതുന്നുള്ളൂ. പിന്നെ രണ്ടാമത്തെ പ്രക്രിയയാണ് മനനം. ഈ പശുവൊക്കെ പുല്ലൊക്കെ മേയാനൊരു പുൽമേട്ടിലോട്ട് വിട്ട് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് പുല്ലൊക്കെ ഇങ്ങനെ മേഞ്ഞ് ഉച്ചയായി കഴിയുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ ചവിട്ടി വന്ന് കിടക്കുന്നതാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് കിടന്നുറങ്ങുന്ന പോലല്ല. അതവിടെ കിടന്നിട്ട് എന്താ ചെയ്യുകയാണെന്നറിയോ? രാവിലെ തൊട്ട് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പുല്ല് വീണ്ടും വായിലേക്ക് കൊണ്ടുവന്ന് ദഹനരസമൊക്കെ ചേർത്ത് ചവച്ചരച്ച് പാകപ്പെടുത്തി ശരീരത്തിലേക്ക് ഡൈജസ്റ്റ് ചെയ്തതിന് പരുവാക്കി കൊടുക്കുകയാണ്. അതിന് അയവിറക്കുക എന്ന് പറയും, അയവെട്ടുക എന്നൊക്കെ പറയും. അതാണ് മനനം ചെയ്യൽ. ശിഷ്യൻ സ്വതന്ത്രമായിട്ട് കിട്ടുന്ന അവൻ്റെ വിശ്രമ സമയങ്ങളിൽ ഗുരുമുഖത്തു നിന്ന് കിട്ടിയ കാര്യങ്ങൾ വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവന്ന് വിശകലനം ചെയ്ത് അപഗ്രഥിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പ്രക്രിയയ്ക്കാണ് മനനം എന്ന് പറയുന്നത്. മൂന്നാമത് നിധിധ്യാസനം. നിധിധ്യാസനം എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ തന്നെ. ഒരു മെഡിറ്റേഷനിലൂടെ അതുവരെ അന്യമായിട്ട് നിന്നിരുന്ന അറിവ് തൻ്റെ ആത്മാവിൽ വിലയം പ്രാപിപ്പിക്കുന്ന പ്രക്രിയയ്ക്കാണ് നിധിധ്യാസനം എന്ന് പറഞ്ഞത്. ഈ പഠനരീതി, ശ്രവണം മനനം നിധിധ്യാസനം എന്ന് പറയുന്ന പഠനരീതിക്ക് ഇന്നും വളരെ പ്രസക്തിയുണ്ട്. മറ്റൊരു കാര്യം വിസ്മരണലേഖ. അതിനെപ്പറ്റിയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. എബിംഗ്ഹൗസ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ വിസ്മരണലേഖ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനാണ് വിസ്മരണലേഖ. ആ വിസ്മരണലേഖയിലൂടെ എബിംഗ്ഹൗസ് അവതരിപ്പിക്കുന്ന കാര്യം, ഏതൊരു കാര്യവും നമ്മൾ പഠിച്ചാൽ അന്നേരം തന്നെയാണ് അതിൻ്റെ ബഹുഭൂരിപക്ഷം കാര്യങ്ങളും നമ്മളെ മനസ്സിൽ നിന്ന് വിട്ടുപോകും. സോ വാട്ട് ഈസ് ദി എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ? ഏതൊരു പുതിയ കാര്യവും പഠിച്ചാൽ ഉടനെ തന്നെ മനസ്സിലേക്കൊന്ന് റീകളക്ട് ചെയ്യുക, ആവർത്തിക്കുക. കാലങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ വിസ്മരണം കുറഞ്ഞു വരും. പഠിച്ചാൽ ഉടനെ തന്നെയാണ് പഠിക്കുന്ന കാര്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും മനസ്സിൽ നിന്ന് വീണു പോകുന്നത്. അങ്ങനെ വീണു പോകാതിരിക്കാൻ മനസ്സിലത് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു വിദ്യാഭ്യാസ രംഗത്ത് മറ്റു പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ആങ്സൈറ്റി ആൻഡ് അച്ചീവ്മെൻറ്റ്. ആങ്സൈറ്റി ആൻഡ് അച്ചീവ്മെൻറ്റ് ഈ അടുത്ത കാലം വരെ ഈ രണ്ട് വാക്കുകൾ തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് ധരിച്ചു വച്ചിരിക്കുന്നതല്ല ആധുനിക മനഃശാസ്ത്രം ഇപ്പം പറയുന്നത്. കഴിഞ്ഞ കാലത്തൊക്കെ പറയുന്നത് ആങ്സൈറ്റി ഉണ്ടെങ്കിൽ അച്ചീവ്മെൻറ്റ് പോയിപ്പോകുന്നതാണ്. പക്ഷെ ഇന്ന് പറയുന്നു ചെറിയ ആങ്സൈറ്റി ഇല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻറ്റും ഉണ്ടാകത്തില്ല. ചെറിയ ആങ്സൈറ്റി വേണം, പക്ഷേ ഉത്കണ്ഠയുടെ പരമകാഷ്ഠയിൽ ഉച്ചസ്ഥായിയിൽ അപ്പോഴും ആങ്സൈറ്റി 0 ആയിപ്പോവും. ഒട്ടും ആങ്സൈറ്റി അപ്പോഴും അച്ചീവ്മെൻറ്റ് 0 ആയിപ്പോവും. ഒട്ടും ആങ്സൈറ്റി ഇല്ലെങ്കിലും അച്ചീവ്മെൻറ്റ് 0. ആങ്സൈറ്റിയുടെ മൂർധന്യാവസ്ഥയിലും അച്ചീവ്മെൻറ്റ് 0. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ആങ്സൈറ്റി പഠിക്കാൻ തുടങ്ങുമ്പോൾ HST പ്രിപ്പറേഷൻ തുടങ്ങുകയാണ്.
മനസ്സ് ശാന്തമാക്കി വെക്കുക. വല്ലാതെ ആങ്സൈറ്റി ഉണ്ടാക്കാതിരിക്കുക. ഭർത്താവിനോടായാലും കുട്ടികളോടായാലും വഴക്കും അടിയും പിളവുകളും ഒക്കെ ആയിക്കഴിഞ്ഞാൽ, മക്കളെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് മനസ്സ് വിഷമിക്കും, ശരിയാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ പറയുന്ന നമ്മുടെ മനസ്സും വിഷമിക്കും എന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. സോ പീസ്ഫുള്ളായിട്ടുള്ള ഒരന്തരീക്ഷം പഠനത്തിന് അനിവാര്യമാണ്. ആധുനിക മനഃശാസ്ത്രം ഇതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്, പിയർ ലേണിംഗ്. അതായത് നിങ്ങളെപ്പോലെ HST പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന 3-4 പേരെ കണ്ടെത്തുക, അവരൊന്നിച്ചു കൂടിയിരിക്കുക. ഒരാൾ പാഠഭാഗം വായിക്കട്ടെ, കേട്ടിരിക്കുന്ന ആൾ ചോദ്യം ചോദിക്കട്ടെ, മൂന്നാമതൊരാൾ അതിൻ്റെ ഉത്തരം പറയട്ടെ, നാലാമതൊരാൾ ആ ഉത്തരത്തിൽ വന്ന പോരായ്മകൾ പരിഹരിക്കപ്പെടട്ടെ. ഇങ്ങനെയുള്ളതാണെങ്കിൽ അതെന്നും മനസ്സിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കും എന്നുള്ളതാണ് ഈ ആധുനിക മനഃശാസ്ത്രം പറയുന്ന കാര്യം. ഏതായാലും ഇന്ന് തൊട്ട് വായന നമ്മുടെ സന്തത സഹചാരിയായിട്ട് വേണം. വായന വളരെ പ്രധാനമാണ്. വായനയിലൂടെ മാത്രമേ നമുക്ക് വളരാൻ കഴിയുള്ളൂ. വായനയെപ്പറ്റി പറയുമ്പോൾ നമുക്ക് ഏറ്റവും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു പേരാണ് എബ്രഹാം ലിങ്കൺ. അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്നു. കുട്ടിക്കാലത്ത് ഈ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ പിന്നെ വായിക്കാൻ വിളക്ക് വേണമല്ലോ, മണ്ണെണ്ണ വിളക്ക് വേണം. മണ്ണെണ്ണ വിളക്കിൻ്റെ സഹായത്തോട് വായിക്കണമെങ്കിൽ മണ്ണെണ്ണ വേണം വിളക്കിലൊഴിക്കാൻ. അത് വാങ്ങാനുള്ള നിവൃത്തിയില്ലായിരുന്നു. എബ്രഹാം ലിങ്കൻ്റെ ഫാദർ വാസ് എ വുഡ് കട്ടർ. വളരെ ദാരിദ്ര്യമായിരുന്നു വീട്ടിൽ. എബ്രഹാം ലിങ്കൺ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ചുവട്ടിലിരുന്നാണ് വായിച്ചിരുന്നത്. അങ്ങനെയാണ് അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് വളർന്നു കയറിയത്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ, എബ്രഹാം ലിങ്കൺ തൻ്റെ മകൻ പഠിച്ചിരുന്ന സ്കൂളിലെ മകൻ്റെ ക്ലാസ് ടീച്ചർക്ക് ഒരു കത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ടച്ചിങ് ആണ് ആ കത്ത്. നെറ്റിലൊക്കെ ഉണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. വളരെ ഹൃദ്യമാണ്. ഡോക്ടർ അംബേദ്കർ, ആ പേര് ഇന്ത്യക്കാരെല്ലാം ഓർത്തിരിക്കുന്ന പേരാണ്, ഇന്ത്യക്കാർക്കെല്ലാം അറിയാം. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായിരുന്നു. ദാരിദ്ര്യത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു പ്രതീകമായിരുന്നു അദ്ദേഹം. ഡോക്ടർ അംബേദ്കർ ഉപരിപഠനം നടത്തുന്നത് ലണ്ടനിലാണ്. ലണ്ടനിലെ വായനശാലയ്ക്ക് പറയുന്ന പേര് ലണ്ടൻ മ്യൂസിയം എന്നാണ്. ലണ്ടൻ മ്യൂസിയത്തിലെ പഠിച്ച, അവിടെ വായിച്ച, ആ ലണ്ടൻ മ്യൂസിയത്തിലെ ആ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് കാറൽ മാക്സും ഏംഗൽസും മൂലധനം എന്നുള്ള ഗ്രന്ഥം രചിക്കുന്നു. കാറൽ മാക്സും ഏംഗൽസും ലണ്ടൻ മ്യൂസിയത്തിലെ എല്ലാ പുസ്തകങ്ങളും വായിച്ച് കഴിഞ്ഞ് 70 വർഷങ്ങൾക്ക് ശേഷമാണ് ഡോക്ടർ അംബേദ്കർ ഉപരിപഠനത്തിനായി ലണ്ടനിലെത്തുന്നത്. ലണ്ടൻ മ്യൂസിയത്തിലെ ഈ 70 വർഷം കൊണ്ടുണ്ടായ അഡിഷൻസ് ഉൾപ്പെടെ എല്ലാ ഗ്രന്ഥങ്ങളും വായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ അംബേദ്കർ. ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ കോൺഗ്രസ് മന്ത്രിസഭ രൂപീകരിക്കുന്നത്. നെഹ്റു ഡോക്ടർ അംബേദ്കറെ പോയി കണ്ട് തൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരിക്കാൻ ക്ഷണിച്ചു. നാം ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമുഖത്തോട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്ന വ്യക്തിയല്ല ഡോക്ടർ അംബേദ്കർ. ബ്രിട്ടീഷുകാർ നിയോഗിച്ച സൈമൺ കമ്മീഷൻ ബോംബെയിൽ കപ്പലിറങ്ങിയപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗോ ബാക്ക് വിളിച്ചു, സൈമൺ കമ്മീഷൻ ഗോ ബാക്ക്. പക്ഷേ ഡോക്ടർ അംബേദ്കർ ചെന്ന് സൈമൺ കമ്മീഷനെ ഹസ്തദാനം ചെയ്ത് ഹാരാർപ്പണം ചെയ്ത് സ്വീകരിച്ചു. അങ്ങനെ കിട്ടുമ്പോഴൊക്കെ കോൺഗ്രസിനെ വിമർശിച്ചിരുന്ന വ്യക്തി കൂടിയായിരുന്നു ഡോക്ടർ അംബേദ്കർ. പക്ഷേ ഇന്ത്യ സ്വതന്ത്രമായി ആദ്യം ഗവൺമെൻറ് രൂപീകരിച്ചപ്പോൾ ജവഹർലാൽ നെഹ്റു ഡോക്ടർ അംബേദ്കറെ ക്ഷണിച്ച് നിയമമന്ത്രിയായിട്ട് അവരോധിച്ചു. ഇന്ത്യയുടെ ചരിത്രം മൊത്തത്തിൽ നമ്മൾ അപഗ്രഥിച്ചു കഴിഞ്ഞാൽ ഈ
മഹാനായ നെഹ്റുവിൻ്റെ ഹൃദയ വിശാലതയും ഒപ്പം തന്നെ ഡോക്ടർ അംബേദ്കറുടെ കഴിവും മാറ്റുരച്ചു നോക്കാൻ പറ്റുന്ന ഇതിനേക്കാൾ വലിയൊരു മുഹൂർത്തം ഉണ്ടാകത്തില്ല. മാത്രമല്ല, ഗാന്ധിജിയായിട്ട് പലപ്പോഴും കൊമ്പ് കോർത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ അംബേദ്കർ. ഇവർ വ്യത്യസ്ത അഭിപ്രായക്കാരായിരുന്നു. പക്ഷേ ഡോക്ടർ അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, ജാതി നിർമൂലനം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം എഴുതിയപ്പോൾ അതാദ്യം വായിച്ച വ്യക്തി ഗാന്ധിജിയാണ്. ഗാന്ധിജി എന്നിട്ട് യങ് ഇന്ത്യയിൽ ഒരു കുറിപ്പ് എഴുതി. യങ് ഇന്ത്യയിൽ ഗാന്ധിജി എഴുതി ഡോക്ടർ അംബേദ്കർ എന്ന് പറയുന്ന മനുഷ്യൻ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, ജാതി നിർമൂലനം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ ആ ഗ്രന്ഥം വായിച്ചു. അതിൽ പറയുന്ന പല കാര്യങ്ങളോടും എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല വ്യക്തിപരമായിട്ട്. പക്ഷേ ഇന്ത്യയിലെ യാഥാസ്ഥിതികരായിട്ടുള്ള ഹിന്ദുക്കൾ ആ പുസ്തകം ഒരാവർത്തിയെങ്കിലും വായിച്ചിരിക്കേണ്ടതാണ് എന്ന് ഗാന്ധിജി പറയുന്നു. അവിടെയാണ് ഗാന്ധിജിയെ പോലുള്ള വ്യക്തിയുടെ മഹത്വം നമ്മൾ കാണുന്നത്. ഏതായാലും നമുക്ക് തിരിച്ചു വരാം. ഡോക്ടർ അംബേദ്കർ ലണ്ടൻ മ്യൂസിയത്തിലെ എല്ലാ പുസ്തകങ്ങളും വായിച്ച ശേഷം അദ്ദേഹം ഒരു വാചകം എഴുതി വെച്ചിട്ടുണ്ട്. അത് പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഡോക്ടർ അംബേദ്കർ പറയുന്നു, ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ ദിവസവും 18 മണിക്കൂർ വായനയ്ക്കായിട്ട് ചെലവഴിച്ചിരുന്നു. PSC എക്സാംസ് ടുഡേ നിങ്ങൾക്ക് 1ാം റാങ്കാണ് ഉറപ്പ് തരുന്നത്. ആ ഉറപ്പ് ഞങ്ങൾ പാലിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം. കൂടെ നിന്നാൽ പോരാ, വായന ജീവിതത്തിൻ്റെ ഭാഗമായി ഇന്ന് നമുക്ക് തുടങ്ങുകയും വേണം. നിങ്ങളിപ്പോൾ ദിവസവും, ഡോക്ടർ അംബേദ്കർ 18 മണിക്കൂർ ദിവസവും വായനയ്ക്കായി ചെലവഴിച്ചിരുന്നു. നിങ്ങൾ ദിവസവും വായനയ്ക്കായിട്ട് എത്ര സമയം ചെലവഴിക്കുന്നു എന്നുള്ള കാര്യം ഒരാത്മപരിശോധന നടത്താൻ കൂടിയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. മറ്റൊരു കാര്യം, നേരത്തെ ഞാൻ APJ അബ്ദുൽ കലാമിൻ്റെ കാര്യം പറഞ്ഞു. നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ രാമേശ്വരം കടപ്പുറത്ത് പത്രം വിറ്റ് നടന്ന വ്യക്തിയാണ്, കുട്ടിയായിരുന്നു APJ അബ്ദുൽ കലാം. പത്രം കച്ചവടം ചെയ്ത് വിതരണം ചെയ്ത് നടന്ന കുട്ടിയായിരുന്നു APJ അബ്ദുൽ കലാം. അദ്ദേഹം നടന്നു കയറിയത് ഇന്ത്യയിലെ 1ാമത്തെ പൗരൻ്റെ കസേരയിലേക്കാണ്, രാഷ്ട്രപതിയുടെ കസേരയിലേക്കാണ്. രാമേശ്വരം കടപ്പുറത്തുനിന്ന് APJ അബ്ദുൽ കലാം നടന്നു കയറിയത് ഇന്ത്യയിലെ 1ാമത്തെ പൗരൻ്റെ കസേരയിലേക്കാണ്. രാമേശ്വരത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സ്മരണ നിലനിർത്താൻ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. അവർ ആ സ്മാരക സമിതിക്കാർ ഈയിടെ പത്രത്തിൽ ഒരു കുറിപ്പ് പ്രസിദ്ധീകരിച്ചിരുന്നു. ആ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് APJ അബ്ദുൽ കലാമിൻ്റെ അവശേഷിപ്പുകളെക്കുറിച്ചാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് APJ അബ്ദുൽ കലാം അവശേഷിപ്പിച്ചു പോയിട്ടുള്ളത്? അതിൽ കുറിപ്പിൽ പറയുന്നു, പാൻസ് 4 എണ്ണം, ഷർട്ട് 6 എണ്ണം, കോട്ട്, ഷർട്ടിന് പുറത്തിടുന്ന കോട്ട് 3 എണ്ണം, പുസ്തകങ്ങൾ 2500 പുസ്തകങ്ങൾ വായിച്ച് അവശേഷിപ്പിച്ചു വെച്ചിട്ടാണ് അദ്ദേഹം നടന്നു നീങ്ങിയിട്ടുള്ളത്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അലമാരിയിലുള്ള ബ്ലൗസും സാരിയൊക്കെ കൊടുത്തിരുന്നെന്ന് എണ്ണി നോക്കണം കേട്ടോ, എത്ര എണ്ണം ഉണ്ട്. അതിൻ്റെ താഴെ പുസ്തകങ്ങൾ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വായിച്ചു വെച്ചേക്കുന്ന പുസ്തകങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്നും കൂടെ എഴുതണം. ഇതൊക്കെ ഇപ്പോഴും വേണം ആത്മപരിശോധന നടത്താനായിട്ട്. അല്ലാതെ HST പരീക്ഷയും കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റും കഴിഞ്ഞിട്ട് നമ്മൾ നടക്കിയിട്ട് കാര്യമില്ല. പരീക്ഷയ്ക്ക് ഞങ്ങളോടൊപ്പം നിങ്ങൾ കൂടുന്നു. നിങ്ങൾ ഇപ്പോഴും ആദ്യമായിട്ട് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളിതൊക്കെ ആത്മപരിശോധന നടത്തണം. വായന നമ്മുടെ കൂടപ്പിറവിയായിട്ടുണ്ടാകണം. എങ്കിൽ വിജയം ഉറപ്പ്. ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വായിക്കുമായിരുന്നു. നിങ്ങൾ വായന കൂടപ്പിറവിയായിട്ട് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? വിജയം ഉറപ്പാണ്. വിജയം നിങ്ങൾക്ക് നേടിത്തരാൻ PSC എക്സാംസ് ടുഡേ നിങ്ങളോടൊപ്പം ഉണ്ട്. വിശുദ്ധ ഖുറാനിൽ അവതരിപ്പിക്കുന്ന, ആ മഹത്തായ ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കുന്ന ആദ്യ സൂക്തം എന്ന് പറഞ്ഞാൽ ഇഖ്റഹി ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നാണ്.
നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിൻ്റെ നാമത്തിൽ വായിക്കൂ എന്നുള്ള ആഹ്വാനവുമായിട്ടാണ് ആ ഗ്രന്ഥം ഉടലെടുക്കുന്നത് തന്നെ. PSC എക്സാംസ് ടുഡേ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു കോഴ്സ് ഡിസൈനോട് കൂടിയാണ് നിങ്ങളെ സമീപിക്കുന്നത്. ഇപ്പോൾ PSC HSTയുടെ നാച്ചുറൽ സയൻസ്, മാത്തമാറ്റിക്സ് എന്നീ പോസ്റ്റുകൾ നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞു. ഉടനെ തന്നെ സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, മലയാളം തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ അധികം വൈകാതെ വരുന്നുണ്ട്. വളരെ വ്യക്തമായിട്ടുള്ള ഒരു കോഴ്സ് ഡിസൈൻ, ഓരോ കോഴ്സിനും പഠിപ്പിക്കാൻ പറ്റിയ എക്സ്പെർട്ടായി. ഇപ്പം നാച്ചുറൽ സയൻസിന് കേരളത്തിൽ ഏറ്റവും സമഗ്രമായിട്ട് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിപ്പിക്കാൻ കഴിവുള്ള പ്രൊഫസർ ഫസലുദ്ദീൻ, അദ്ദേഹം വളരെ കാലം ഫാറൂഖ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലാണ് ഞങ്ങളൊരു പാനൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ AWH കോളേജ് ഓഫ് എഡ്യൂക്കേഷനിലെ പ്രൊഫസർ രാജീവ് തുടങ്ങിയ ആൾക്കാരാണ് അതിലെ അംഗങ്ങൾ. അതുപോലെ തന്നെ മാത്തമാറ്റിക്സിനും എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള എക്സ്പെർട്ടുകളെ സംഘടിപ്പിച്ച് ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ ക്ലാസ്സുകളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൻ്റെ ഒരു ഉപോൽപ്പന്നമാണ്, ഓഫ്ഷൂട്ടാണ് മെൻറ്റർ. ഒരു മെൻറ്റർ അഥവാ മാർഗദർശി തൻ്റെ ദീർഘകാലത്തെ അറിവും ഉൾക്കാഴ്ചയും തന്നേക്കാൾ അറിവും പ്രായോഗിക പരിജ്ഞാനവും കുറഞ്ഞ മറ്റൊരാൾക്ക് പകർന്നു നൽകുന്ന പദ്ധതിയാണ് മെൻറ്ററിങ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഇവിടെ മെൻറ്റേഴ്സിനെ നിയോഗിച്ചിട്ടുണ്ട്. വിശ്വസ്തനായിട്ടുള്ള ഉപദേശകൻ, വഴികാട്ടി, പരിശീലകൻ, പ്രേരകൻ എന്നീ നിലകളിൽ നിങ്ങളോടൊപ്പം മെൻറ്റർ പ്രവർത്തിക്കുന്നതാണ്. കൃത്യമായിട്ടൊരു ടൈം ടേബിൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പരിശീലനം ആരംഭിക്കുന്നത്. ജാനുവരി ടു ജൂൺ 6 മാസക്കാലം നാച്ചുറൽ സയൻസ് നോട്ടിഫൈ ചെയ്തു, മാത്തമാറ്റിക്സ് നോട്ടിഫൈ ചെയ്തു. ചുരുങ്ങിയത് 6 മാസം സമയം നമുക്ക് മുന്നിലുണ്ട് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിന്. അതിനനുയോജ്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടൈം ടേബിൾ വെച്ചായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ ടൈം ടേബിൾ അനുസരിച്ച് സിലബസിലെ പാർട്ട് 1 3 ഷെഡ്യൂളും പകർന്നു നൽകും. മാത്രമല്ല സബ്ജക്റ്റ് പാർട്ട് 2 സബ്ജക്റ്റ് അതും കൃത്യമായിട്ട് ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും. അതിന് 2 തരത്തിലുള്ള ക്ലാസ്സുകളാണ്. ഒന്നാമത് ലൈവ് ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് ലൈവ് ക്ലാസ്സുകൾ കാണാം. ഒപ്പം തന്നെ പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസും ഉണ്ട്. ഈ 2 തരത്തിലുള്ള ക്ലാസ്സുകളും ഞങ്ങൾ സമയോചിതമായിട്ട് നിങ്ങൾക്ക് പകർന്നു നൽകുന്നതാണ്. മാത്രമല്ല ലൈവ് ആൻഡ് പ്രീ റെക്കോർഡഡ് വീഡിയോ ലെസൺസ് കൂടാതെ ഡെയിലി എക്സാമിനേഷൻ നടത്തും. നിങ്ങൾ നടത്തുന്ന എക്സാമിനേഷൻ്റെ ആൻസർ പേപ്പർ OMR ഷീറ്റ്, OMR റീഡിംഗ് മെഷീനിൽ ഫീഡ് ചെയ്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ഉദ്യോഗാർത്ഥികളുടെ ആൻസർ ഫീഡ് ചെയ്ത് നിമിഷ നേരങ്ങളുണ്ട് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള സ്കോറ് റിസൾട്ട് കണ്ടെത്തി അത് നിങ്ങളെ അറിയിക്കുന്നതാണ്. മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നാച്ചുറൽ സയൻസിൻ്റെ വിദ്യാർത്ഥികൾ എഴുതുന്ന ആൻസർ കീയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെ റാങ്ക് ചെയ്ത് ആ റാങ്ക് വിവരവും നിങ്ങളെ അറിയിക്കും. മാത്രമല്ല മെൻറ്റർ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളുടെ പുരോഗതി അനുസ്യൂതം വിലയിരുത്തും. നിങ്ങൾക്ക് പറ്റുന്ന പാളിച്ചകൾ എവിടെയാണെന്ന് കൃത്യമായിട്ട്
ഡയഗ്നോസ് ചെയ്ത്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് മാത്രമല്ല ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിങ്ങും ഇതിൻ്റെ കൂടെ ഉണ്ട്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിംഗ് നടത്തും. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തുമ്പോൾ നിങ്ങളുടെ വീഴ്ചകൾ, പോരായ്മകൾ എവിടൊക്കെയാണെന്ന് ഞങ്ങൾ മുൻകൂട്ടി തന്നെ കണ്ടുപിടിക്കും. ആ കണ്ടുപിടിച്ചതിൻ്റെ ഫലം നിങ്ങളെ അറിയിക്കും. നിങ്ങളുടെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് അടുത്ത ദിവസത്തെ ടെസ്റ്റ് എഴുതാൻ അത് നിങ്ങൾക്ക് സഹായകമാവും. ഇതുകൂടാതെ ഡെയിലി, വീക്കിലി, മന്ത്ലി റിവിഷനുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയായിട്ട് ഞങ്ങൾ അവകാശപ്പെടുകയാണ്. PSC എക്സാംസ് ടുഡേ മാത്രമാണ് ഡെയിലി, വീക്കിലി, മന്ത്ലി റിവിഷൻ നടത്തുന്നത്. കഴിഞ്ഞ കാലത്തിൽ PSC നടത്തിയിട്ടുള്ള എല്ലാ പരീക്ഷകളുടെയും, HST പരീക്ഷകളുടെ എല്ലാം ചോദ്യപേപ്പർ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. എക്സ്പെർട്ടായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള മാതൃകാ ചോദ്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ദാറ്റ് മീൻസ് വി ഹാവ് എ വെരി ഗുഡ് കളക്ഷൻ ഓഫ് MCQ ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ്റെ ഒരു വലിയ സംഭരണി ഞങ്ങളുടെ കയ്യിലുണ്ട്. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ബാങ്ക്, ക്വസ്റ്റ്യനുകളുടെ ഒരു ബാങ്ക്. അത് വ്യത്യസ്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഡിഫിക്കൽട്ടി ലെവൽ ക്വസ്റ്റ്യൻ, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ. PSC പരീക്ഷയിൽ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാം ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കത്തില്ല. ഡിഫിക്കൽട്ടി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കത്തില്ല. മിക്കവാറും PSCയിലെ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഏറിയത്. ആവറേജ് ക്വസ്റ്റ്യൻ കുറച്ചേ കാണുള്ളൂ, വളരെ കുറച്ച് മാത്രമേ ഈസി ക്വസ്റ്റ്യൻ കാണൂ. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻ, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളൊരു വിപുലമായിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് മാത്രമേ PSCക്ക് ചോദിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ അതിൻ്റെ അപ്പുറം ഇപ്പുറം ഒന്നും ചോദിക്കാൻ കഴിയാത്ത തരത്തിൽ അത്ര വിപുലമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ സജ്ജീകരണം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല HST പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കിൻ്റെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ കുട്ടികൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, സാർ ഞങ്ങൾക്ക് ഈ 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള ഈ ടെക്സ്റ്റ് ബുക്ക് എവിടെയാണ് കിട്ടുന്നത്? ഡോണ്ട് വറി അബൌട്ട് ദോസ് തിങ്സ്. നിങ്ങൾക്ക് വേണ്ടി ആ ടെക്സ്റ്റ് ബുക്കുകൾ ഞങ്ങൾ സംഭരിച്ച് അത് അനലൈസ് ചെയ്ത് ഞങ്ങൾ അതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലായിരിക്കും നിങ്ങൾക്ക് ടെസ്റ്റ് നടത്തുക. അതിൻ്റെ വെളിച്ചത്തിലായിരിക്കും നിങ്ങൾക്ക് പരിശീലനം നൽകുക. ഏറ്റവും സുപ്രധാനമായിട്ട് അവസാനമായിട്ട് ഓർക്കേണ്ട കാര്യം, നമ്മുടെ ഈ കോച്ചിങ് ക്ലാസ്സുകൾ, മിക്ക കോച്ചിങ് സെൻറ്റേഴ്സും ഓൺലൈനായിട്ട് ക്ലാസ് നടത്തും. അധ്യാപകൻ പഠിപ്പിച്ചങ്ങ് പോവും. കുട്ടികൾ ഒരു വഴിക്ക് വേറൊരു വഴിക്ക് കുട്ടികളും പോവും. ഞങ്ങളല്ല, അത്തരത്തിലുള്ള ഒരു കോച്ചിങ്ങേ അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മെൻറ്റർ നിങ്ങളോടൊപ്പം ഉണ്ട്. ഓരോ കുട്ടിയോടും ഒപ്പം മെൻറ്ററുണ്ട്. പൊതുവായിട്ടുള്ള കാണുന്ന ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ അധ്യാപകൻ വിദഗ്ധമായിട്ട് പഠിപ്പിച്ചു പോകും. കുറേ കുട്ടികൾക്ക് മനസ്സിലാവും, കുറേ പേര് മനസ്സിലാവത്തില്ല. പലപ്പോഴും ഇത് ഒരു വൺ വേ ട്രാഫിക് ആയതുകൊണ്ട് സംശയങ്ങൾ തിരിച്ചു ചോദിക്കാൻ കഴിയാറില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ആണ് ഞങ്ങൾ PSC എക്സാംസ് ടുഡേ കോച്ചിങ് ക്ലാസ് സംഘടിപ്പിക്കുന്നത്. ഡൗട്ട് ക്ലിയർ ചെയ്യാൻ, പൊതുവായിട്ടുള്ള വേദികളിൽ സംശയം ചോദിക്കാൻ കുട്ടികൾക്ക് മടിയുണ്ടാവും. അത്തരം കുട്ടികൾക്കെല്ലാം സംശയങ്ങൾ ഇൻഡിവിജ്വലായിട്ട്, പേഴ്സണലായിട്ട് മെൻറ്റർ നേരിട്ട് നിങ്ങളോട് സംശയങ്ങൾ ചോദിക്കും. നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാൻ അവസരം ഉണ്ടാക്കിത്തരും. മെൻറ്റർ നിങ്ങളുടെ സംശയം ദൂരീകരിച്ച് നിങ്ങളെ തോളോട് ചോർത്ത് പിടിച്ച് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും, നിങ്ങളെ വിജയത്തിലെത്തിക്കും. നിങ്ങളെ 1ാം റാങ്കിലെത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു ദൗത്യമായിട്ട് ഞങ്ങളുടെ ഒരു മിഷനായിട്ട് ഞങ്ങൾ എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം. നിങ്ങളോടൊപ്പം നിങ്ങളുടെ വിജയത്തിനായിട്ട് ഞങ്ങൾ കൂടെയുണ്ട്. താങ്ക് യു വെരി മച്ച്.